ഒരു വാക്കിലൊന്ന് പരിചയപ്പെട്ടിട്ട് ആത്മീയ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നു. ബഹുമാന്യ ദൈവദാസൻ തന്നെ ആമുഖ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ പേര് അഭിമന്യു അർജുൻ എന്നാണ്. ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാനുള്ള സാഹചര്യം സാവകാശം എനിക്ക് ലഭ്യമായി. എന്നാൽ ഇന്നേക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കുടുംബമായി കണ്ടു, വിളിച്ചു, വേർതിരിച്ചു. സ്ഥിരമായൊരു പാറമേൽ ദൈവാത്മാവ് ഞങ്ങളെ ഉറപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ യേശു ഞങ്ങൾക്കൊരു നല്ല പിതാവായിരുന്നു, ഒരു നല്ല മാതാവായിരുന്നു, ഒരു നല്ല സഖിയായിരുന്നു. ജീവിതത്തിൻ്റെ പാതകളിൽ ഓരങ്ങൾ തെറ്റിപ്പോകേണ്ട ഒരു 100 കണക്കിന് സന്ദർഭങ്ങൾക്കകത്ത് കർത്താവ് തൻ്റെ വലതുകരം പിടിച്ച് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളെയും നടത്തുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷവും അതിലേറെ അഭിമാനമുണ്ട്. തമ്പുരാൻ്റെ കൃപയാൽ അറിഞ്ഞ സത്യത്തെ 14-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു തുടങ്ങാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം സാവകാശം നൽകി. തമ്പുരാൻ്റെ കൃപയാൽ അറിഞ്ഞ സത്യത്തെ കഴിഞ്ഞ 19 വർഷങ്ങളായി പ്രസംഗിക്കാൻ കൂടെ കർത്താവ് വലിയ ഭാഗ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു കൊച്ചു കണക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളെൻ്റെ വയസ്സൊന്നും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ മെനക്കെടരുത്, അതിനുള്ള സമയവും നമുക്കില്ല. 33-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഈ പ്രായത്തിലും യേശുവിനെ പ്രസംഗിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. BCom എന്ന എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് എനിക്കൊരു ജോലി നൽകി. ആകയാൽ കോഴ്സ് കഴിയുന്നതിനേക്കാൾ മുമ്പ് ഒരു ജോലി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചത് എൻ്റെ ലൈഫ് സെക്യൂർഡായി എന്നാണ്. കാരണം കോഴ്സ് കഴിയുന്നതിനേക്കാൾ മുമ്പ് എനിക്കൊരു നല്ല ജോലി കിട്ടിയെങ്കിൽ ഉറപ്പാണ് കോഴ്സ് കഴിയുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ദൈവം എനിക്ക് തരും. ഓക്കെ, എൻ്റെ ലൈഫ് സെക്യൂർഡായി എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്ന 1 വർഷ കാലഘട്ടങ്ങൾ. പഠനം കഴിയുന്നു, പിന്നെയും ഞാൻ 1 വർഷം ജോലിയുള്ള ബന്ധത്തിൽ തുടരുന്നു. ആ സമയങ്ങൾ കർത്താവിനോട് സംസാരിച്ച ഒരു വിശേഷാൽ നിയോഗത്തിൻ്റെ പുറത്ത് ഒരു പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരനായി എൻ്റെ ശരീരവും മനസ്സും ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അത് ഷെയർ ചെയ്തത് എൻ്റെ കുടുംബ പ്രാർത്ഥനയിലാണ്. സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയും ഇരിക്കുന്ന കുടുംബ പ്രാർത്ഥനയിൽ ആദ്യമായി ഞാൻ അവരോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവുകയില്ല. വീടിനകത്ത് ഞങ്ങൾ 2 മക്കളാണ്, ഞാനും എൻ്റെ സഹോദരിയും. എൻ്റെ ചേച്ചിയാണ് എനിക്ക് മൂത്തത്. ആകയാൽ മകൻ എന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാൺ സന്തതി ഞാനാണ്. അപ്പോൾ ഇനിയൊരു മകൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും എന്നെൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ചിന്ത എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരിക്കും, എടാ നിന്നെപ്പോലെ മണ്ടൻ ആരുമില്ല, നിനക്കാവുന്ന കാലത്ത് 10 രൂപ സമ്പാദിക്കാൻ പാടില്ലടാ എന്ന് പറയും എന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എൻ്റെ ചിന്തകൾക്കും വിരോധമായി വിപരീതമായി ഞാനത് പറഞ്ഞു നിർത്തിയ മാത്രയിൽ തന്നെ എൻ്റെ അപ്പനും അമ്മയും മുട്ടിന്മേൽ എഴുന്നേറ്റ് നിന്ന് അവരുടെ 2 കരവും എടുത്ത് എൻ്റെ ശിരസിന്മേൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവൻ പറഞ്ഞതുപോലെ ഇവനെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ രാജ്യത്തിൻ്റെ വേലക്കാരനായി അഭിഷേകം ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാസ്റ്റർ, ഒരു പാസ്റ്ററിൻ്റെ കരം എൻ്റെ മേൽ വന്നതിനേക്കാൾ മുമ്പ്, ഒരു സെൻട്രൽ പാസ്റ്ററിൻ്റെ കരം എൻ്റെ മേൽ വന്നതിനേക്കാൾ മുമ്പ് പ്രാർത്ഥിക്കുന്നൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും കൈവെപ്പിൻ്റെ അനുഗ്രഹമാണ് കഴിഞ്ഞ ദീർഘനാളുകളായി എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കന്മാരെ നോക്കി ഒരു തുടക്ക സന്ദേശം കൂടെ എനിക്ക് പറയാനുണ്ട്. മറ്റാര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നതിനേക്കാളും അപ്പുറം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കരം അവരുടെ ശിരസിനകത്തുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും അവരെ തൊടാൻ കഴിയില്ല, ലോകത്തിൻ്റെ ഒരു സ്വാധീനത്തിനും അവരെ തൊടാൻ കഴിയില്ല. ഒരു കാര്യം എനിക്ക് ഭയങ്കര ഉറപ്പാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത മണ്ണുകളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് പിടിച്ചടക്കാൻ കഴിയാത്ത അവകാശ ഭൂമികളെ നിങ്ങളുടെ തലമുറയുടെ കാൽക്കീഴെ ഒതുക്കിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. നാളുകളിൽ ഇതര പട്ടണങ്ങളിലോ രാജ്യങ്ങളിലോ നമ്മുടെ തലമുറകളെ ദൈവം അഭിഷേകം ചെയ്ത് ആക്കി വെക്കുമ്പോൾ ആ പട്ടണത്തിൻ്റെ ഒരു കൾച്ചറും അവരെ കയറി പിടിക്കാതെ വണ്ണം പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കരം എല്ലാ നാളും അവർ ആ ശിരസിനകത്തുണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2018 ഞാനൊരു ബൈബിൾ സെമിനാറിൽ നിന്ന് കോഴ്സ് പഠിച്ച് പുറത്തു വരുന്നത്. കൊച്ചുപ്രായം മുതൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ വിഷയമാണ്, കർത്താവേ, നീ എന്നെ ഏത് ശുശ്രൂഷ ഏൽപ്പിച്ചാലും ഞാൻ ചെയ്യാം. അങ്ങനെ ഇന്ന ശുശ്രൂഷയെന്നൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചിട്ട് ചോദിച്ചു, കോട്ടേജ് മീറ്റിംഗ് ഭവന പ്രാർത്ഥനയ്ക്ക് വരുമോയെന്ന്. സ്തോത്രം. അങ്ങനെ പോവാത്തവരുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അങ്ങനൊന്നുമില്ല. സമയ സാഹചര്യങ്ങൾ പോലെ ഏത് ശുശ്രൂഷയിൽ നിൽക്കാൻ സന്തോഷമേ ഉള്ളൂ. അത് ഈ പറയുന്ന പോലെ കോട്ടേജ് മീറ്റിങ്ങോ ഉപവാസ പ്രാർത്ഥനയോ കൺവെൻഷനോ ക്രൂസൈഡോ യൂത്ത് മീറ്റിങ്ങോ സഹോദരിമാരുടെ മീറ്റിങ്ങോ സഹോദരന്മാരുടെ മീറ്റിങ്ങോ, ഏത് സഹോദരന്മാർക്ക് മീറ്റിംഗ് ഇല്ലല്ലേ? ഇനി നാളെ അങ്ങനെ ഉണ്ടായാൽ, അങ്ങനെ ഉണ്ടാവില്ല, അതിനേക്കാൾ മുമ്പ് കർത്താവ് വരും. സ്തോത്രം. ഓക്കെ, ഇനി സഹോദരന്മാർക്കും കൂടെ ഒരു യോഗം ഉണ്ടായാലും ഏത് മീറ്റിങ്ങിനകത്ത് വേണമെങ്കിലും യേശുവിനെ പ്രസംഗിച്ചോളാം. പക്ഷേ ഒരിക്കലും ഒരു സഭയുടെ, ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് എന്നെ അഭിഷേകം ചെയ്യല്ലേ അപ്പാ എന്ന് ഞാൻ കൊച്ചുപ്രായം മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. കാരണം ഇന്നും ആത്മീയ ശുശ്രൂഷകൾ ഏറ്റവും ഗൗരവമായി ഞാൻ കാണുന്ന ആത്മീയ ശുശ്രൂഷകളിലൊന്നാണ് ഇടയ ശുശ്രൂഷ എന്നുള്ളത്, പാസ്റ്റർ മിനിസ്ട്രി. വ്യക്തിപരമായ ആരെങ്കിലും എന്നോട് അപ്പോസ്തലിക ശുശ്രൂഷയാണോ ഹീലിംഗ് മിനിസ്ട്രി ആണോ വലുത്, 5 പേരുടെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നതാണോ പാസ്റ്ററെ വലുതെന്ന് ചോദിച്ചാൽ ഇന്നും ഞാൻ പറയും അപ്പോസ്തലിക ശുശ്രൂഷ ഗാംഭീര്യമുള്ള ശുശ്രൂഷയാണ്. ഹീലിംഗ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര പ്രാർത്ഥനയോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. പക്ഷേ ഇന്നും ആത്മീയ ശുശ്രൂഷകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗൗരവമായി കാണുന്ന
ആത്മീയ ശുശ്രൂഷകളൊന്നാണ് ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുക എന്നുള്ളത്. സ്തോത്രം. അതുമാത്രമല്ല, ദൈവം കൊടുക്കുന്ന 5 കിരീടങ്ങൾ, 7 കിരീടങ്ങൾ, 12 കിരീടങ്ങൾ. അതിനകത്തൊരു കിരീടം ആർക്കുള്ളതാണെന്നറിയാമോ? പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ള കിരീടമാണ്. കണ്ടോ? അതൊക്കെ പറഞ്ഞപ്പോൾ മുഖത്തൊരു വല്ലാത്ത അസൂയൊക്കെ അങ്ങ് വിടർന്നു. നിങ്ങൾക്ക് മാത്രം കിരീടം ഉണ്ടോ പാസ്റ്റർ? ഞങ്ങൾക്ക് മാത്രം കിരീടം ഉണ്ടോ മാമേ? സ്തോത്രം. അതന്നെ, നിങ്ങൾക്ക് മാത്രം ഒരു കിരീടം. അമ്മാതിരി സഹിക്കുന്നുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുന്ന കിരീടം ഏതാണെന്നും കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങളും തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അത് വിശ്വാസികൾ എത്ര കടപടഞ്ഞാലും കിട്ടത്തില്ല. അത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന കിരീടമാണ്. ആമേൻ. ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് തിരുവല്ല പട്ടണത്തിൽ നിന്നൊരു മമ്മി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ആ മമ്മി എന്നോട് പറഞ്ഞു, മക്കളെ 2 തലമുറയുണ്ട്, പ്രാർത്ഥിക്കാവോ? ഞാൻ ചോദിച്ചു, വിഷയം കൂടെ പറയാമോ? ശാരീരികമാണോ, മാനസികമാണോ, ആത്മീയമാണോ? വിഷയം എന്നാ? ഇല്ല മക്കളെ, അടുത്ത മമ്മി പറഞ്ഞ പ്രാർത്ഥന വിഷയം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു പ്രാർത്ഥനാ വിഷയമാണ്. മമ്മി എന്നോട് പറയുക, മക്കളെ ഞായറാഴ്ചയും കൂടെ സ്കൂളുണ്ടാക്കാൻ പ്രാർത്ഥിക്കാവോ എന്ന്. സ്തോത്രം. ഞാൻ ചോദിച്ചു, അതെന്നാ മമ്മി, കളിയാക്കിയതാണോ? അല്ല മോനെ, സീരിയസ് ആയിട്ട് പറയാം, ഞായറാഴ്ച കൂടെ സ്കൂളുണ്ടാക്കാൻ പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, അതെന്നാ? ഇനി ആ മമ്മി പറഞ്ഞ വാക്ക് ഞാൻ ഒപ്പിയെടുത്ത് പറയാം. നല്ല ഭാഷയൊന്നുമല്ല കേട്ടോ, പൊതുവേദിയിൽ ഉപയോഗിക്കാൻ കൊള്ളുന്ന വാക്കൊന്നുമല്ല, എങ്കിലും ആ വാക്ക് ഞാൻ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പറയാം. പാസ്റ്റേ, ഞാഞ്ഞൂല് പോലത്തെ 2 വീട്ടിലുണ്ട് പാസ്റ്റേ. 2 ഉള്ളൂ ഞാഞ്ഞൂല് പോലത്തെ. സ്തോത്രം. ഞായറാഴ്ച ഒറ്റ ദിവസമാണ് ഇവർ അവധി കിട്ടുന്നത്. വീട് തിരിച്ചു വെക്കുന്നില്ലെന്നേ ഉള്ളൂ. അന്നും കൂടെ സ്കൂളുണ്ടാക്കാൻ പ്രാർത്ഥിക്കാവുമെന്ന്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഞാഞ്ഞൂല് പോലത്തെ 2 മേയ്ക്കാൻ ഞായറാഴ്ച ഈ മമ്മിക്ക് ഇത്രയും പേടാപ്പാടാണെങ്കിൽ 50 പേരുള്ളൊരു വിശ്വാസിയുടെ പാസ്റ്ററിൻ്റെ ഗതികേട് ഞായറാഴ്ച എന്നായിരിക്കും? സ്തോത്രം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അത് മാത്രം ഏൽപ്പിക്കല്ലേ, അത് ഭയങ്കര ഗാംഭീര്യമുള്ള ശുശ്രൂഷയാണ്. പക്ഷെ എന്തുവാണോ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു വിളി കർത്താവ് നൽകി. അതിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, IPCയുടെ ഒരു മെമ്പർഷിപ്പാണ് എനിക്കുള്ളത്. ഞാൻ ഗ്രാജുവേഷൻ കിട്ടി അന്നേ ദിവസം വൈകിട്ട് എൻ്റെ സെൻട്രൽ പാസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ ഒരു സ്ഥലമുണ്ട്, കുഴപ്പമില്ലാത്തൊരു ഹാളുണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പാസേജ് ഉണ്ട്, 8 കുടുംബം അവിടെ ഉണ്ട്. 8 കുടുംബം, ബാക്കി നിനക്ക് ഏറ്റെടുത്ത് വെച്ച് ചെയ്യാമോ? 8 കുടുംബം എന്ന് തുടക്കക്കാരെ ഞങ്ങളടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവേശമാണ്. സ്തോത്രം. ഞാൻ ഓടി വന്ന് പ്രാർത്ഥന റൂമിൽ ഇരുന്ന്, കർത്താവേ ഗ്രാജുവേഷൻ കിട്ടി അന്നേ ദിവസം വൈകിട്ട് നീ എനിക്ക് ഓഫർ തന്നല്ലോ, 8 കുടുംബത്തിൻ്റെ പാസ്റ്റർ, താങ്ക് യു കർത്താവേ. ദൈവനോട് പറഞ്ഞാൽ മിണ്ടണ്ട, അവിടെ 8 കുടുംബമുണ്ട്, നീ ഇപ്പം അങ്ങോട്ട് പോവുകയും വേണ്ട. സ്തോത്രം. ഇപ്പം ഞാൻ ചിന്തിച്ച്, കർത്താവ് അടുത്ത് 80 പേരെ ആയിരിക്കും തരാൻ പോകുന്നത്. 8 അല്ലെങ്കിൽ പിന്നെ 80 ആയിരിക്കുമല്ലോ. ദൂത് ചെറുതല്ല, ദൂത് വലുതാ. സ്തോത്രം. എനിക്കൊരു പ്രാർത്ഥന ഡയറി ഉണ്ട്. അത് 80 എന്നൊക്കെ പറഞ്ഞാൽ റൗണ്ട് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ റാന്നിയിലുള്ള കർത്താവിൻ്റെ ദാസം PC ചെറിയാൻ പാസ്റ്റർ ഒട്ടുമിക്ക യോഗങ്ങളിൽ എന്നെയും കൂടെ പങ്കെടുപ്പിക്കുന്ന ഒരു പതിവുണ്ട്. 3-4 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഒരു മകനെ പോലെ സ്നേഹിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മക്കളെ റാന്നി ടൗണിൽ എനിക്കൊരു വർക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ചർച്ചയില്ല, മറ്റൊരു വർക്കുണ്ട്. അവിടെ 19 സമുദായക്കാർ കൂടി വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവ് എനിക്കുള്ള യോഗത്തെക്കുറിച്ച്. 19 സമുദായക്കാർ കൂടി വരുന്നുണ്ട്. നിനക്ക് ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാമോ? 80 എന്ന് കേട്ടപ്പോൾ എനിക്കങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റില്ല. ഞാൻ ഓടി വന്ന് പിന്നെയും പ്രാർത്ഥന റൂമിലിരുന്ന്, കർത്താവേ താങ്ക് യു, 80 പേരത്തിൻ്റെ പാസ്റ്ററാക്കാൻ നീ എനിക്ക് ഓഫർ തന്നല്ലോ. ദൈവനോട് ഞാൻ മിണ്ടരുത്, ചുപ്രഹോ, നീ അങ്ങോട്ട് പോകണ്ട, അവിടെ 80 പേരുണ്ട്. സ്തോത്രം. ഇപ്പം ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇനി അടുത്ത് 800 പേരെയാണ് തരാൻ പോകുന്നത്. വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവനോട് പറഞ്ഞാൽ 8 ഇല്ല, 80 ഇല്ല, 800 ഇല്ല, ഒന്നും ഇല്ലാത്തടത്ത് പോയി പ്രാർത്ഥിച്ചൊരു പുതിയ വേല സ്റ്റാർട്ട് ചെയ്യണം. ചോര തിളയ്ക്കുന്ന പ്രായമല്ലേ, ഇപ്പോൾ പോയില്ലേ പിന്നെ എപ്പോൾ പോകാനാണ്. അങ്ങനെ ഒരു വിളി കർത്താവ് നൽകിയതിൻ്റെ പേരിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലം കൊട്ടാരക്കിൽ നിന്ന് 9 കിലോമീറ്റർ മാറി ഓടനാവട്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ നിന്ന് ഏകദേശം 18 കിലോമീറ്ററുകൾ മാറി മേലില എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മേലില. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, മേലില. പറയാൻ കാരണം, ഇടയ്ക്ക് പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ നിങ്ങൾ ആ സ്ഥലപ്പേരും കൂടെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേക്കണം. മേലില. എപ്പോഴൊന്നും പ്രാർത്ഥിക്കേണ്ട കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ സഭയുടെ പേര് ഓർക്കുമ്പോൾ മാത്രം ഞങ്ങളെ ഓർത്താൽ മതി. സ്തോത്രം. ആഴ്ചയിലൊന്നേ നിങ്ങളുടെ സഭയെ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ആഴ്ചയിലൊന്ന് ഓർത്താൽ മതി. സ്തോത്രം. എല്ലാ ദിവസവും നിങ്ങളുടെ സഭയെ ഓർക്കുന്നെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങളെയും കൂടെ ഓർക്കണം. സ്തോത്രം. മേലില അതൊരു കൊച്ചു ഗ്രാമപ്രദേശമാണ്. അധികം കടകമ്പോളങ്ങളില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒരു ബസ് റൂട്ട് പോലും നേരെ ചൊവ്വയില്ലാത്ത ഒരു കൊച്ചു ഗ്രാമപ്രദേശം. അവിടെ പോയി പ്രാർത്ഥിച്ചൊരു പുതിയ വേല സ്റ്റാർട്ട് ചെയ്യാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ആദ്യത്തെ സഭായോഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആദ്യത്തെ സഭായോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചിട്ട് 30 കസേരയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. 30 കസേര നോക്കി ഞാൻ പാട്ട് പാടുക, ഞാൻ തന്നെ പ്രസംഗിക്കുക. എന്നെ അറിയാവുന്ന കൂട്ടുകാർ എപ്പോഴും എന്നോട് പറയും, അഭിമന്യു നീ എത്ര നേരം വേണമെങ്കിലും പ്രസംഗിച്ചോ, ഞങ്ങൾ ഇരുന്ന് കേട്ടോളാം, പക്ഷെ നീ ദയവായിട്ട് പാട്ട് മാത്രം പാടല്ലേ എന്ന്. സ്തോത്രം. അമ്മാതിരി കൃപ എനിക്ക് പാടാൻ. പക്ഷെ ഇത് പാടാതിരിക്കാൻ പറ്റത്തില്ല. 30 കസേരയെ ഞാനേ ഉള്ളൂ, വേറെ ആര് പാടാനാ? ഞാൻ തന്നെ പാട്ട് പാടി. പിന്നെ കസേരയ്ക്ക് ജീവനില്ലാത്തതുകൊണ്ട് ഒരു പരാതി എന്നോട് തിരിച്ചു പറഞ്ഞില്ല. എല്ലാ കസേരകളും കേട്ടു. ഞങ്ങളെ ചില സഹോദരന്മാരിരിക്കുന്ന പോലെ ഒന്നും വേണ്ടിയില്ല. സ്തോത്രം. ഞാൻ എല്ലാം ഇരുന്ന് കേട്ടു. സ്തോത്രം. ഞാൻ തന്നെ പാട്ട് പാടി, ഞാൻ തന്നെ പ്രസംഗിച്ചു, ഞാൻ തന്നെ സാക്ഷ്യം പറഞ്ഞു, ഞാൻ തന്നെ സ്തോത്രം പറഞ്ഞു. 12:45 ഞാൻ തന്നെ സ്തോത്രാഴ്ച ഇട്ടു. തിരിച്ചു വന്നപ്പോൾ ഞാൻ സ്തോത്രാഴ്ച എടുത്ത് പെട്രോൾ അടിച്ചു. സ്തോത്രം. കാരണം വേറെ നിർവാഹമില്ല. 3 ആഴ്ചയായപ്പോൾ മനസ്സൊക്കെ മടുത്തു. ഇനി പോകണ്ടെന്നൊരു ചിന്തയെ, എന്തിനാ പോകുന്നേ? 30 കസേരയോട് എത്ര നാൾ പ്രസംഗിക്കും? മനസ്സ് മടുക്കത്തില്ലേ? ആകെ ഞാൻ ഷട്ടർ ക്ലോസ് ചെയ്ത് ഓണർക്ക് തിരിച്ച് താക്കോൽ കൊടുത്ത് ഇതെന്നെ ഏൽപ്പിച്ച വേലയല്ല എന്നൊരു രീതിയിൽ ഞാൻ മാറി നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. അതിനോട് ചേർന്ന് കിടക്കുന്നൊരു ഗ്രാമപ്രദേശമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കോക്കാട്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഈ സ്ഥലവും ഞാൻ ഈ പറയുന്ന സാക്ഷിയോടൊരു ബന്ധമുണ്ട്. എന്നിട്ട് നമ്മൾ വാക്യത്തിലേക്ക് വരിക. സ്തോത്രം. അതൊരു ഹിന്ദു ദേശമാണ്, പക്ക ഹിന്ദു ദേശം.
അവിടെ പ്രാർത്ഥിച്ചൊരു വീടിനകത്ത് ദൂത് പറയാൻ കർത്താവ് എനിക്കൊരു സാഹചര്യം നൽകി, സാവകാശം നൽകി. ഞാൻ ആ ദൂത് അവരോട് പറയുമ്പോൾ സത്യത്തിൽ അവർ പുച്ഛഭാവത്തിൽ ആ ദൂത് കേൾക്കുന്നത്. ആ പുച്ഛത്തിൻ്റെ അർത്ഥം, പാസ്റ്ററെ ഇഷ്ടംപോലെ ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട് പാസ്റ്ററെ, ഇനിയൊരു ദൈവത്തിനെ കൂടെ ആവശ്യമില്ലെന്നുള്ളത് ആ പുച്ഛത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ ആ ദൂത് ഇപ്പോഴത്തെ പോലെ ഓർക്കുന്നുണ്ട്. അന്ന് മുതൽ തുടങ്ങി 10-13 ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ തലമുറയ്ക്ക് വേണ്ടി യേശു ചെയ്യുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചായിരുന്നു ആ ദൂത്. തിരിച്ച് ഞാൻ പോരുന്നു. കറക്റ്റ് 13 ദിവസമായപ്പോൾ അവനെ വിളിച്ചു ചോദിച്ചു, അഭിമന്യു പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞു അതേലോ. കോക്കാടെന്നാണ്. കോക്കാടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ ചോദിച്ചു എന്നാ ഉണ്ടായ വിശേഷം, സന്തോഷമായിരിക്കുന്നോ? ഈ ദിവസം ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ, ഈ ദിവസത്തെക്കുറിച്ച് ദൈവം നിങ്ങളോടൊരു ദൂത് പറഞ്ഞായിരുന്നു. സ്തോത്രം. അടുത്ത എൻ്റെ ചോദ്യം, എന്തേലും നടന്നോ എന്നെൻ്റെ ചോദ്യത്തിന് മുമ്പ് ഈ ആൻ്റി എന്നോട് പറയും, എന്തേലും അല്ല പാസ്റ്ററെ, ഈ ദിവസം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്തു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. അടുത്ത ആൻ്റി എന്നോട് ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. യേശു അല്ലേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ? ഞാൻ പറഞ്ഞു യേശു, ലെവലേഷൻ സംശയമില്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തേ. അത്ഭുതം ചെയ്ത കർത്താവിന് ഞങ്ങൾ എന്നാ പാസ്റ്റേ കൊടുക്കണ്ടേ? ഞാൻ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എന്നാ കൊടുക്കാനുള്ളേ? സ്തോത്രം. അപ്പോൾ ആൻ്റി പറഞ്ഞു ഞങ്ങൾ ഹൈന്ദവ മാർഗ്ഗത്തിലായിരുന്നെങ്കിൽ ഒരു തേങ്ങ ഉടയ്ക്കാൻ പോയേനെ. ഞാൻ പറഞ്ഞു അയ്യോ, യേശുവിന് തേങ്ങ വേണ്ട, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. യേശുവിന് കുന്തിരിക്കാൻ വേണ്ട, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് ജപമാല വേണ്ട, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. നമ്മൾ കത്തിക്കുന്ന മെഴുകുതിരി ഒന്നും തമ്പുരാന് വേണ്ടെന്നേ, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. ഈ ഒത്തിരി ലിസ്റ്റുകളെല്ലാം എടുത്ത് നിരത്തിയിട്ട് ആൻ്റി അവസാനം ചോദിച്ചു ഇതൊന്നും യേശുവിന് വേണ്ടേ? ഞാൻ പറഞ്ഞു ഇതൊന്നും കർത്താവിന് വേണ്ട. പിന്നെ ഇനിയിപ്പോൾ കർത്താവിന് എന്നാ ഭാഷ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു കർത്താവിന് നിങ്ങളുടെ ഹൃദയം മതിയെന്നേ. സ്തോത്രം. അപ്പോൾ ആൻ്റി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു യോഗ നടത്താവോ? എങ്ങനെ പെന്തക്കോസ് ആരാധന? ഞാൻ പറഞ്ഞു 2 പാമ്പ് മേടിച്ചിട്ടാൽ മതി, ബാക്കി ചെയ്തോളാം. അങ്ങനെ ഞായറാഴ്ച വൈകിട്ട് ഒറ്റ യോഗ അവർ ആവശ്യപ്പെട്ടുള്ളൂ. ഒരു കുഞ്ഞു വീടാണ്, ടിൻ ഷീറ്റിട്ടൊരു കൊച്ചു വീടാണ്, ഒരു കുഞ്ഞു വീടാണ്. എനിക്കൊന്നും ഈ സ്റ്റേജിൻ്റെ എല്ലാം കൂടെ ചേരുന്നതായിരിക്കും അവരുടെ വീട്, അത്രയും വരത്തുള്ളൂ. അതിൻ്റെ ഒരു പകുതി അവരുടെ ഹാൾ എന്ന് പറയുന്നത്. സ്തോത്രം. ഒറ്റ യോഗ അവർ ആവശ്യപ്പെട്ടുള്ളൂ. ഒറ്റ യോഗ ഞങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നെ പെന്തക്കോസുകാരായി നമുക്ക് മാത്രം ഒരു ഗുണമുണ്ട്, എന്നാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു വീടിൻ്റെ വാതിൽ ഒരു ദിവസം എങ്ങാനും തുറന്നിട്ട് കിട്ടിയാൽ പിന്നെ നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാമോ? എല്ലാ ആഴ്ചയും പോകും. സ്തോത്രം. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും പോകാൻ തുടങ്ങി. പിന്നെ വിളിച്ചിട്ടൊന്നുമല്ല, സ്ഥിരമായിട്ട് അങ്ങ് കയറി ചെല്ലുക, പാവിരിപ്പിക്കുക, പ്രാർത്ഥിപ്പിക്കുക. 2.5 മാസം ഞങ്ങൾ ആ മീറ്റിംഗ് നടത്തി. 2.5 മാസം എന്ന് പറയുമ്പോൾ 10 ആഴ്ചയാണ്. ഒറ്റ യോഗ ചോദിച്ചോളെങ്കിലും ഞങ്ങൾ 2.5 മാസം നടത്തി. സ്തോത്രം. 10 ആഴ്ച. 10 ആഴ്ച കൊണ്ട് ഈ ആരാധനയും ഈ വീട്ടിലെ പ്രാർത്ഥനയുടെ ശബ്ദവും കയ്യടിയും എല്ലാം കൂടെ കേട്ട ചുറ്റുപാടുമുള്ള ഒരു 10-15 കുടുംബങ്ങളെ ദൈവം പറിച്ച റൂമിനകത്ത് കൊണ്ടുവന്നു. അടുത്ത ആഴ്ചകൾ മുതൽ സ്നാനങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിശാലതകളിലേക്ക് എത്തിക്കുകയാണ്. മേലിലെ ദേശത്തിനകത്ത് എൻട്രി ആയപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആദ്യത്തെ ഭാരം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് ഇവിടെ നിന്ന് ആരാധിക്കാൻ ഒരു വാടക വീടെങ്കിലും കിട്ടുമോ? ഇല്ലെങ്കിൽ ഒരു വീടിൻ്റെ ചായ്പ് എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊരു കൊട്ടാരക്കരക്കാരനാകുന്നതുകൊണ്ട് ഒരു കൊട്ടാരക്കരക്കാരൻ്റെ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാൻ പാടുള്ളൂ. ഒരു വീടിൻ്റെ സൈഡ് ഭാഗമെങ്കിലും കിട്ടുമെന്നുള്ളതായിരുന്നു. സ്തോത്രം. പക്ഷേ മേലിലേക്കൊക്കെ എൻട്രി ആയപ്പോൾ ദൈവം എനിക്ക് ആദ്യം ആരാധനയ്ക്ക് തുറന്ന ഹാളെന്ന് പറയുന്നത് 100 പേർക്ക് ഇരിക്കാവുന്നൊരു ഹാളാണ്. സ്തോത്രം. ഓക്കെ, അത് പറഞ്ഞിട്ട് സന്തോഷമില്ലാത്തവർക്ക് വേണ്ടി സന്തോഷത്തിന് ഞാനൊരു കാര്യം പറയാം. അതിന് വാടക കൊടുക്കണ്ട. സ്തോത്രം. എന്നിട്ട് സന്തോഷമില്ലാത്തവർക്ക് വേണ്ടി സന്തോഷത്തിൻ്റെ കാര്യം പറയാം, കറണ്ട് ബില്ലും കൊടുക്കണ്ട. സ്തോത്രം. സത്യത്തിൽ ആ നാട്ടിൽ അങ്ങനെ ഒറ്റ ഹോളേ ഉള്ളൂ കേട്ടോ. അത് ദൈവം ആരാധനയ്ക്ക് വേണ്ടി തുറന്നതിൻ്റെ സാക്ഷ്യം ഭയങ്കര. ഞാൻ അങ്ങോട്ട് പോയാൽ ഒത്തിരി സമയം പോകും. സ്തോത്രം. അങ്ങനെ കഴിഞ്ഞ ദീർഘനാളുകളെ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞങ്ങൾ ജനുവരി മാസം ഇതുപോലൊരു 21 ഞങ്ങളുടെ സഭയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഇതുപോലൊരു ഗസ്റ്റ് പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ ഇരിക്കുക, നിങ്ങളുടെ പാസ്റ്റർ അവിടെ ഇരിക്കുന്നത് പോലെ ഞാനും സൈഡിൽ കസേര ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അകത്ത് വലിയ ആത്മപ്രേരണ, ഈ ദേശം മൊത്തവും കേൾക്കിയ ഒരു സുവിശേഷീകരണ യോഗം, ഒരു ക്രൂസൈഡ് പോലെ നടത്തണം. അത് 4 ദിവസം നടത്തണം. അടുത്ത 3 മാസം കഴിയുമ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് നടത്തി, പ്രിയരെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ നമ്മൾ ദേശത്ത് 4 ദിവസത്തെ ക്രൂസൈഡ് നടത്തും. ഒറ്റ പ്രശ്നമേ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. ക്രൂസൈഡ് നടത്താൻ പാകത്തിൽ ആ ദേശത്ത് ഞങ്ങൾക്കൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ 10-500 പേര് കൂടി വരുന്ന ഒരു ഗ്രൗണ്ട് ഞങ്ങൾക്കില്ല. സ്തോത്രം. സാധാരണ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന ഒരു ദിവസം സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം 5 സെക്ഷനാണ് ഉള്ളത്. നിങ്ങളുടെ ഫാസ്റ്റിങ്ങിന് എത്ര സെക്ഷനാണ്? 2 സെക്ഷൻ. 3 ഉണ്ടോ? 2 സെക്ഷൻ. ഓക്കെ. ഉച്ചയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന. ഓക്കെ. നിയോഗം പോലെ. അത് ഓരോ സ്ഥലത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ്, അങ്ങനെയൊന്നുമില്ല. ചിലപ്പം ചില സ്ഥലങ്ങളിൽ ഒരു സെക്ഷനെ കാണത്തുള്ളൂ. അത് അവിടുത്തെ വന്നു പോകാനുള്ള സൗകര്യം, ജനത്തിൻ്റെ ദൂരം, ഇരിക്കുന്ന ആൾക്കാരുടെ ശാരീരിക ഘടന, അതൊക്കെ അതിനകത്ത് ഭയങ്കര അടിസ്ഥാനമാണ്. ഓക്കെ. ഈ സഭയ്ക്ക് വിലപിടിപ്പുള്ള 2 സെക്ഷൻ ഉണ്ടല്ലോ, ഓർത്തു സ്തോത്രം പറയുക. പക്ഷേ ഞങ്ങളുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ സാധാരണ ഒരു ദിവസം 5 സെക്ഷനാണുള്ളത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രഭാത പ്രാർത്ഥനയാണ്. അത് ഏകദേശം രാവിലെ 5 തൊട്ട് 6 വരെ ഞങ്ങളുടെ സഭയിലെ യൗവനക്കാരൊക്കെ ഹോളിനകത്ത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സെക്ഷനാണ്. ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. സ്തോത്രം. പ്രഭാത പ്രാർത്ഥന. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 10 മണിയുടെ പൊതുയോഗം. അത് സമയമൊന്നുമില്ല, 1, 2, 2:30, 3 അത് നിയോഗം പോലെ പോകും. അടുത്ത ഞങ്ങളുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് ഞങ്ങളുടെ സഹോദരിമാർ അടങ്കലെടുത്തിരിക്കുന്ന സെക്ഷനാണ്. ഇനി പാസ്സായി ഞാൻ പോയിരുന്നാൽ പോലും എന്നെ കൊണ്ട് വാ തുറപ്പിക്കുകയില്ല അവർ. സ്തോത്രം. അവരിങ്ങനെ വെച്ചങ്ങ് പ്രാർത്ഥിക്കും. സ്തോത്രം. അവിടുത്തെ പ്രധാനപ്പെട്ട ജനസംഖ്യ, അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, സ്കൂളുകൾ, മുസ്ലിം പള്ളികൾ, ഇങ്ങനെ പേരുകളെല്ലാം പറഞ്ഞ്
ഇരുന്ന് അവരങ്ങ് പ്രാർത്ഥിക്കും. സ്തോത്രം. അടുത്ത ഞങ്ങളുടെ സെക്ഷൻ പൊതുയോഗം, നാലാമത്തത്. അത് വൈകിട്ട് 6:30-ക്കോ 6 മണിക്കോ ഒക്കെ ആരംഭിക്കും. സ്തോത്രം. ആ 4 സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു സെക്ഷനുണ്ട്. അതാ ഞങ്ങളുടെ സഭയുടെ വിലപിടിപ്പിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആവും. ഹോളിനകത്ത് കിടക്കുന്നവർ ഹോളിൽ തന്നെ ഫ്രഷ് ആകും. എന്നിട്ട് രാത്രി ഒരു 10 മണി തൊട്ട് ഞങ്ങൾ ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിട്ട് ദേശം മൊത്തം ചുറ്റി നടന്ന് പ്രാർത്ഥിക്കും. അല്ലെ വണ്ടിയുമായിട്ടൊക്കെ പോയി പ്രാർത്ഥിക്കും. എല്ലാവരും പുതച്ചുമൂടി കിടന്നുറങ്ങുന്ന സ്ഥലത്ത് കൈയൊക്കെ ചൂണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാമോ, അങ്ങനെ എപ്പോഴെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ പിറ്റേ പ്രാവശ്യം പുതിയൊരു വ്യക്തിയെ ദൈവം ഞങ്ങൾക്ക് അവിടുന്ന് തന്നിട്ടുമുണ്ട്. സ്തോത്രം. അതൊരു വിലപിടിപ്പിൻ്റെ സെക്ഷനാണ്. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ ദേശമൊക്കെ ചുറ്റി നടക്കുമ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം ഏതെങ്കിലും കാണുകയാണെങ്കിൽ എന്നോട് ഒന്ന് പറയണം, നമുക്ക് ക്രൂസൈഡ് നടത്തണം. ഉപവാസത്തിൻ്റെ 19ാമത്തെ ദിവസം നീളുകയാണ്. ഇന്ന് രാവിലെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജു മേത്ര അവറുകളാണ്. സ്ഥലം ലഭ്യമായില്ല. മനസ്സിൽ ലാവ തിളയ്ക്കുന്നത് പോലെ തിളക്കിയാണ്. സ്ഥലം റെഡിയായില്ല. എന്നാൽ അന്നേ ദിവസം രാവിലെ ആ ദേശത്തൊരു സഹോദരി ഞങ്ങളെ വിളിച്ചു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ദേശത്തൊരു സഹോദരിനെ വിളിച്ചു. ഇവർ ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നവരല്ല, മറ്റൊരു പെന്തക്കോസ് ആരാധനയ്ക്ക് പോകുന്നവരാണ്. മറ്റൊരു സഭ, ഷാറുണ്ട് ഒരു സഭയിൽ പോകുന്നവരാണ്. അവരെന്നെ വിളിച്ചിട്ട് ആദ്യത്തെ ചോദ്യം, അപ്പോൾ ഇവരുടെ നമ്പരൊന്നും എൻ്റെ കയ്യിൽ, ആദ്യം എന്നോട് ചോദിക്കുന്നത്, പാസ്റ്ററേ സ്ഥലം കിട്ടിയോ? ഞാൻ ചോദിച്ചു, നിങ്ങളേതാ, ഇതെവിടുന്നാണ് വിളിക്കുന്നത്, ആരാ, ഏത് സ്ഥലം കിട്ടിയോന്ന്? ഞാൻ മെയിലിലേന്നാ പാസ്റ്ററേ. സ്തോത്രം. കൺവെൻഷൻ നടത്താൻ, ക്രൂസൈഡ് നടത്താൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സ്ഥലം കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു, പാസ്റ്ററിന് ഇപ്പോഴത്തെ ഹോളിൽ നിൽക്കുന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് 1 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു റോഡുണ്ട്. ഒരു 300 മീറ്റർ കയറി വരുമ്പോൾ ഒരു തേരിയ, ഇങ്ങനെ 300 മീറ്റർ കയറി വരുമ്പോൾ ഒരു 12 സെൻറ്റ് ഫ്ലോട്ട് അവിടെ കിടപ്പുണ്ട്. ഇഷ്ടപ്പെട്ടോ എന്ന് നോക്ക്. ഞാൻ അപ്പളേ വണ്ടി എടുത്തുകൊണ്ട് പോയി. കാരണം പെന്തക്കോസുകാരിയാണ്, മനസ്സ് മാറാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അപ്പളേ വണ്ടി എടുത്തുകൊണ്ട് പോയി. ചെന്ന് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? പണ്ട് ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനിത് കാണുമ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഇത് ആരുടെ ഈ സ്ഥലം, ഇതെന്തെങ്കിലും കാട് പിടിച്ച് കിടക്കുന്നത്, ഇത് ആരാധനയ്ക്ക് കിട്ടിയെങ്കിൽ കൊള്ളാലോ എന്ന് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കൊരു കൊച്ചു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇല്ല. നിങ്ങൾക്ക് ആ പ്രശ്നമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഞാൻ ചിന്തിച്ചു, പണ്ട് ഇത് ആരുടെ ഈ സ്ഥലം, ഇത് കിട്ടിയെങ്കിൽ കൊള്ളാലെന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നിത് വൃത്തിയാക്കിയിട്ടിരിക്കുക, 12 സെൻറ്റ് ഒരു ഫ്ലോട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുക. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആൻറ്റിയെ വിളിച്ചു. ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഇത് സൂപ്പർ കേട്ടോ, ഇത് കണ്ണായ സ്ഥലം, ഇത് നിങ്ങളുടേതായിരുന്നോ? ഇത് 4 ദിവസത്തെ ക്രൂസൈഡാണ്. ബാർഗെയിനിങ് ഒന്നുമില്ല, ബാർഗെയിനിങ് പരിപാടിയൊന്നുമില്ല. നിങ്ങൾ എന്തോ റെൻറ്റ് പറയുന്നോ ആ റെൻറ്റ് നമ്മൾ തരും. സ്തോത്രം. ഇത് 4 ദിവസത്തേക്ക് ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഈ ആൻറ്റി എന്നോട് പറയാ, എൻ്റെ പാസ്റ്റേ അത് ഞങ്ങളുടെ സ്ഥലമല്ലെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, പിന്നെ നട്ടുച്ച വെയിലത്തൊന്ന് കാണാൻ പാസ്റ്റർക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം 12 സെൻറ്റ്. അത് മാത്രമല്ല, അതൊരു ഇങ്ങനെ തേരി കയറി ചെല്ലുന്ന സ്ഥലമാണ്. സൗണ്ട് സിസ്റ്റം പാതി വെച്ചാൽ മതി, താഴ്വാരം മൊത്തവും കേട്ടോളും. സ്തോത്രം. ഞാൻ പറഞ്ഞു, ആൻറ്റി ഇത് ഉയർന്ന സ്ഥലം, ബെസ്റ്റ്, പെർഫെക്റ്റ് ആണ്. 12 സെൻറ്റ് ഫ്ലോട്ടായിട്ട് സ്ക്വയറായിട്ട് തിരിച്ചിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ആൻറ്റി ഇത് ആരുടെ സ്ഥലമാണെങ്കിലും ഒന്ന് ചോദിക്കുക, 4 ദിവസത്തേക്ക് നമുക്ക് കിട്ടുമോ? ഇപ്പോൾ ഈ ആൻറ്റി എന്നോട് പറയാം, പക്ഷേ വാടകയ്ക്ക് എടുക്കാനല്ല. പിന്നെ ഇന്നലെ രാത്രി ഞാനും എൻ്റെ അച്ചായനും തമ്മിൽ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആത്മനിയോഗം. ഞാൻ ചോദിച്ചു, എന്നാ പക്ഷേ അത് കൊടുക്കാനിട്ടേക്കുന്ന സ്ഥലമോ പാസ്റ്റേ, അത് മേടിച്ച് നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി എഴുതി തരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിയോഗമെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ആൻറ്റി ചുമ്മാ തമാശ പറയല്ലേ, 1 സെൻറ്റിന് എഴുത്തുകൂലി ഉൾപ്പെടെ 1 ലക്ഷം രൂപ അവിടെ ഉണ്ട്. 12 സെൻറ്റ് സ്ഥലം 12 ലക്ഷം രൂപ. അത് ഞങ്ങളുടെ ചർച്ചിൽ പോലും അല്ലാത്തൊരു ആൻറ്റി എനിക്ക് മേടിച്ച് തരിക എന്ന് പറഞ്ഞാൽ 12 ലക്ഷം. എനിക്കതൊരു തമാശ. എൻ്റെ അച്ഛാ 10 രൂപ 10ആയിട്ട് സ്വത്രാഴ്ച പെട്ടി മടക്കിയിടുന്ന പെന്തക്കൂസുകാരാണ് ഈ കാലഘട്ടത്തിനകത്ത്. 12 സെൻറ്റ് സ്ഥലം 12 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു ആൻറ്റി മേടിച്ച്, എനിക്കതൊരു തമാശ പോലെ തോന്നിയുള്ളൂ. ഞാൻ അതിനോട് ഗുഡ് ബൈ പറഞ്ഞ് തിരിച്ച് ഇറങ്ങിപ്പോരുകയും ചെയ്തു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോക്കുവരവ് നടത്തി ഈ ആൻറ്റി സ്ഥലം സഭയുടെ പേർക്ക് വേണ്ടി എഴുതി തന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്നൊരു സ്വർഗത്തിൽ അതയോ ഉണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലം സഭയെ നോക്കി ഞാൻ പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലെന്നേ, നിങ്ങൾ ചിന്തിക്കുന്നതല്ല. ദേശത്തിൻ്റെ അവകാശ ഭൂമികളെ പ്രാർത്ഥിക്കുന്നവൻ്റെ കൈ കീഴെ ഒതുക്കിക്കൊണ്ടുവരുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ വിശ്വസിക്കുന്നവരെ പറയണോ, സഭയ്ക്കൊരു പച്ചപ്പുണ്ടെങ്കിൽ സഭയ്ക്കകത്തിരിക്കുന്നവർക്കൊരു പച്ചപ്പുണ്ട്. ഞാൻ ആ വാക്ക് ചുമ്മാതെ പറയല്ല കേട്ടോ. സഭയ്ക്കൊരു നന്മയുണ്ടെങ്കിൽ സഭയ്ക്കകത്തിരിക്കുന്നവർക്കൊരു നന്മയുണ്ട്. സഭയ്ക്കകത്തൊരു വാക്തത്വമുണ്ടെങ്കിൽ സഭയ്ക്കകത്തിരിക്കുന്നവർക്കൊരു വാക്തത്വമുണ്ട്. സഭയ്ക്കൊരു മേച്ചിൽപ്പുറമുണ്ടെങ്കിൽ സഭയ്ക്കകത്തിരിക്കുന്നവർക്കൊരു മേച്ചിൽപ്പുറമുണ്ട്. രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. സഭയ്ക്കൊരു നന്മയുണ്ടെങ്കിൽ സഭയ്ക്കകത്തിരിക്കുന്നവർക്കൊരു നന്മയുണ്ടമ്മേ. സഭ വാക്തത്വം പ്രാപിച്ചാൽ സഭയ്ക്കകത്തിരിക്കുന്നവർ വാക്തത്വം പ്രാപിക്കും. രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. പ്രിയരെ,
ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവ് ഇങ്ങനെ പറയാം, നിങ്ങൾ ദയവായി ഇന്നു മുതൽ പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ എൻ്റെ സഭയെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ദൂതാ കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സ്തോത്രം. എൻ്റെ പാസ്റ്റർ ഇതൊരു പുതിയ ഉപദേശമാണല്ലോ. ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നേ, അത് ചുമ്മാ സമയം കളയും. പിന്നെ നിങ്ങൾ എന്തോ പ്രാർത്ഥിക്കണം എന്നറിയാമോ? സഭ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. അതെന്താ? സഭ അനുഗ്രഹിക്കപ്പെട്ടാൽ സഭയ്ക്കകത്ത് ഇരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അത് സിസ്റ്റം അങ്ങനാച്ചാ. ഞാൻ പറയാം, ഈ ഓടുന്ന ബസ്സിനകത്ത് ഇരിക്കുന്ന ഒരാൾ പറയുക എൻ്റെ സ്പീഡ് കൂട്ടണേ, എൻ്റെ സ്പീഡ് കൂട്ടണേ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരക്കാരായ ഞങ്ങൾ പറയും, നിന്നെപ്പോലെ മണ്ടം വേറെയില്ല, നീ എന്തിനാണോ നിന്റെ സ്പീഡ് കൂടാൻ പ്രാർത്ഥിക്കുക? നീ ഓടുന്ന ബസ്സിന്റെ സ്പീഡ് കൂടാൻ പ്രാർത്ഥിക്കുക. ഓടുന്ന ബസ്സിന്റെ സ്പീഡ് കൂടിയാൽ അതിനകത്തിരിക്കുന്ന നിന്റെ വേഗതയും വർദ്ധിച്ചോളും. ഇതുപോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സഭയൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ, ചർച്ച അനുഗ്രഹിക്കപ്പെട്ടാൽ സഭയ്ക്കകത്ത് കയറുന്നവർ അനുഗ്രഹിക്കപ്പെടും. മനസ്സിലാക്കുന്നവർക്കായി നന്ദിയോടെ യേശുവിന്റെ നാമത്തിൽ ഈ ചിന്ത ഇന്നു മുതൽ മനസ്സിനകത്ത് വാഴണം കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഭ പച്ചപ്പ് കാണട്ടെ, ഞങ്ങളുടെ സഭ വാക്തത്വം കാണട്ടെ, ഞങ്ങളുടെ സഭ വേച്ചിൽപ്പുറം കാണട്ടെ, ഞങ്ങളുടെ സഭ അവകാശം പിടിക്കട്ടെ. അങ്ങനെ ചെയ്താൽ സഭയ്ക്കകത്ത് ഇരിക്കുന്നവർ അവകാശം പിടിക്കും. രക്തം ക്ഷയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷയമെടുക്കുന്നു. കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കണ്ടോ, അതൊരു ഭയങ്കര ബ്ലെസ്സിങ്സാണ്. അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. ആമേൻ. ഇന്നേക്ക് 3 ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിനോട് പറഞ്ഞു, പ്രാർത്ഥിച്ച ആദ്യത്തെ നാഴികക്കല്ല് അവിടെ ഇറക്കണം, മൂലക്കല്ല് അവിടെ ഇറക്കണം. പ്രാർത്ഥിച്ച് ദൈവകൃപയാൽ ആ വസ്തുവിനകത്ത് ആദ്യത്തെ കല്ലിടാൻ കർത്താവ് ഭാഗ്യം നൽകി. അപ്പോഴും മറുഭാഗത്ത് ഭയങ്കര യുദ്ധമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എനിക്ക് ഹോളിന് ഒരു ബാധ്യതയില്ല. അപ്പോൾ ഇനിയൊരു സഭ വേണോ കർത്താവ്? ദൈവം പറഞ്ഞാൽ ആലയത്തിൽ ദേശത്തിനകത്ത് സഭയ്ക്കൊരു വേരുറയ്ക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഈ സ്ഥലം സഭയെ നോക്കി പറയാം, നിങ്ങളുടെ അവകാശങ്ങളെ നിങ്ങളുടെ കൈക്കീഴെ ഒതുക്കിക്കൊണ്ട് വരുന്നൊരു ദൈവമുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്ക്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ പിതാവ്, മാതാവ്, സഹോദരിയുടെ കുടുംബം, ഇത്രയും പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഞങ്ങൾക്കുള്ളത്. ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസനെ മീറ്റിംഗ് വിളിച്ചു പറഞ്ഞ സമയം മുതൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും, ഞാൻ ആ വാക്ക് ആത്മാർത്ഥതയോടെ പറയാട്ടോ, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി നേരം നിങ്ങളെ ഓർക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ദൂതിലേക്ക് ഞാൻ വരുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം തുറന്നാട്ട് 6-ാമത്തെ അധ്യായം എടുത്തേ. 2 Chronicles chapter 6. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ദൈവവചന ചിന്തകൾക്ക് ആധാരമായി നാം വായിച്ച് കേൾക്കപ്പെടാൻ പോകുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു. ഈ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തത് ഞാൻ വിശ്വസിക്കുന്നു. എടുത്ത ദൈവമക്കൾ എൻ്റെ കൂടെ ചേർന്നൊന്ന് വായിച്ചാട്ടെ, ഒരുമിച്ച് വായിച്ചാട്ടെ. നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. അടുത്തത്, തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തീകരിച്ചുമിരിക്കുന്നു. കണ്ടോ, ദാവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുക, നീ എൻ്റെ അപ്പനോട് പറഞ്ഞ വാഗ്ദാനം, എന്നോടല്ല നീ പറഞ്ഞത്, നീ എൻ്റെ അപ്പനോട് പറഞ്ഞ വാഗ്ദാനം ഈ കാലഘട്ടത്തിൽ നീ തിരുക്കരം കൊണ്ട് ചെയ്ത ദൈവമാണ്. സ്തോത്രം. ഇരിക്കുന്ന ദൈവമക്കളെ നോക്കി ആദ്യത്തെ വാക്ക് ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയട്ടെ. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി കുറഞ്ഞത് ദൈവത്തിൻ്റെ 2 അവയവങ്ങൾ ചലിക്കും. 1, ദൈവത്തിൻ്റെ വായ് അവന് വേണ്ടി ചലിക്കും. 2, ദൈവത്തിൻ്റെ കരം അവന് വേണ്ടി ചലിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ വായ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ്. ദൈവത്തിൻ്റെ കരം, ഭുജം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണിക്കുന്നതാ. അഭിഷക്തന്മാരുടെ വാ കൊണ്ട് പറഞ്ഞതിനെയല്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ തമ്പുരാൻ തൻ്റെ കരം കൊണ്ട് നിവർത്തിപ്പാൻ ശക്തനാണ്. ഈ രാവിലെ ഇരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ ആ വാക്ക് ഉറപ്പിച്ചു പറയാ, നിങ്ങളോട് ദൂത് പറയുന്നത് പാസ്റ്ററായിരിക്കും, പ്രാസംഗികനായിരിക്കും, പ്രവാചകനായിരിക്കും, പാതിരി. പക്ഷേ ആ വാക്തത്വം നിറവേറ്റുന്നത് അവരല്ല, അത് ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യോ. ഈ രാവിലെ വിശ്വസിക്കുന്നവർ പറ, കുറഞ്ഞത് എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ 2 അവയവങ്ങൾ ചലിക്കോ. 1, ദൈവത്തിൻ്റെ വായ് എനിക്ക് വേണ്ടി ചലിക്കോ. 2, എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കും. കണ്ടോ, ദാവീദ് പറയാം, നീ എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ
തൃക്കൈ കൊണ്ട് നിവർത്തീകരിച്ചുമിരിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കൊരു തുടക്കമുണ്ട് കേട്ടോ. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കൊരു തുടക്കമുണ്ട്. ആ പ്രാർത്ഥനയുടെ തുടക്കം 1:9 വാക്യത്തിലാണ്. ഞാൻ ആ വാക്യം കൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1:9 സെയിം വാക്ക, സെയിം വേർഡാ കേട്ടോ. ആകയാൽ യഹോവയായ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദിനോടുള്ള നിന്റെ വാഗ്ദാനം നിവർത്തിയായി വരുമാറാകട്ടെ. ഇവിടെ എന്തുവാ പ്രാർത്ഥിക്കുന്നേ? ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പനോട് പറഞ്ഞ വാഗ്ദാനം നിവർത്തിയായി വരുമാറാകട്ടെ. നിങ്ങൾ കണ്ടോ, മലയാള ഭാഷ കണ്ടോ? നിവർത്തിയായി വരുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? അത് നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പ്രാർത്ഥിക്കുക, ഒന്ന് സംഭവിക്കണമേ, ഒന്ന് നടത്തിത്തരണമേ, ഒരു അത്ഭുതം ചെയ്യണമേ, ഒരു വഴി തുറക്കണേ, ഒരു വാതിൽ എനിക്ക് വേണ്ടി ഒന്ന് തുറക്കണേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു നീതി നടപ്പാക്കി തരണമേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നിട്ടില്ല. അത് നിവൃത്തിയായി വരുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നടത്തി തരാൻ കഴിവുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതൊന്ന് നിവൃത്തിയായി വരുമാറാകട്ടെ. പക്ഷെ നമ്മൾ വായിച്ച 6:15 വന്നപ്പോൾ നിവൃത്തിയായി വരുമാറാകട്ടെ എന്നല്ല ദാവീദ് പറഞ്ഞത്. തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തീകരിച്ചുമിരിക്കുന്നു. നിവർത്തിച്ചുമിരിക്കുന്നു അർത്ഥം ഇന്ന് രാവിലെ യോഗത്തിനൊക്കെ തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാം. 1-ാം അധ്യായത്തിൽ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയത് 6-ാം അധ്യായം എത്തിയപ്പോഴത്തേക്കും ദൈവം നിവർത്തീകരിച്ചു. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം പകലേ ആയിട്ടുള്ളൂ കേട്ടോ. ഈ രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാം. ഇനിയും നടത്തിത്തരണേ എന്നല്ല നിങ്ങൾ പറയാൻ പോകുന്നേ, ഇനി അത്ഭുതം ചെയ്യണേ എന്നല്ല നിങ്ങൾ പറയാൻ പോകുന്നേ. അത്ഭുതം ചെയ്ത ദൈവത്തിന് നിങ്ങൾക്ക് സ്തോത്രം പറയാൻ വകുപ്പുള്ളത്. യേശുവിന്റെ അതങ്ങനെ ഒരു പ്രവാചക ആത്മാവിൽ ആ വാക്ക് അങ്ങനെ തന്നെ സ്വീകരിച്ചോ. ഞാൻ വിശ്വസിക്കുന്നവരെ നോക്കി പറയാം, ഉപവാസം 21 പോകേണ്ടി വരത്തില്ല. അതിനേക്കാൾ മുമ്പ് നീ സാക്ഷ്യം പറയും. അതിനേക്കാൾ മുമ്പ് നിവർത്തീകരിച്ച ദൈവത്തിന് നന്ദി പറയും. വലിയ കല്ലുരുട്ടി വെച്ചിരിക്കുന്നത് പോലെ ഉരുട്ടിവെച്ച വിഷയത്തെ നോക്കി ആത്മാവിൽ വിശ്വസിക്കുന്നവര് പറ, ഇനിയും നിവർത്തീകരിക്കട്ടെ എന്നല്ല, ഇനിയും സംഭവിക്കട്ടെ. പരാതിയുടെ കൂട്ടങ്ങൾ അവസാനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പരിഭവങ്ങളുടെ കൂട്ടങ്ങൾ അവസാനിക്കട്ടെ. വിശ്വസിക്കുന്നവര് പറ, ഇനിയും നിവർത്തീകരിക്കട്ടെ എന്നല്ല ഞങ്ങൾ പറയാൻ പോകുന്നത്, ഇനിയും നിവർത്തീകരിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയാൻ പോകുക. എന്റെ ദൈവം ചില വിഷയത്തെ തൊടാൻ പോകുന്നെന്ന്, എന്റെ വിഷയം ദൈവം ചില വിഷയത്തിനകത്ത് അത്ഭുതം ചെയ്യാൻ പോകും. ഏതോ പിശാച് പറയുന്നു അത് നടക്കത്തില്ല പോലും, ഏതോ പിശാച് പറയുന്നത് സംഭവിക്കത്തില്ല പോലും. പക്ഷെ അഭിഷേകമുള്ളവർ ആത്മാവി പറ, ഇല്ല, എന്റെ ദൈവം നിവർത്തീകരിക്കോ, എന്റെ ദൈവം വാഗ്ദത്തം നടത്തി തരൂ. 1-ാം അധ്യായത്തിൽ ഞാൻ പരാതി പറഞ്ഞവനാ, 1-ാം അധ്യായത്തിൽ ഞാൻ പരിഭവം പറഞ്ഞവനാ. പക്ഷെ ഇനിയും ഞാൻ പരിഭവം പറയുമല്ല, ഇനിയും നിവർത്തീകരിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയാൻ പോകുക. നിന്റെ കണ്ണുനീര് തോരാൻ സമയമായി, നിന്റെ ഭാരമടിയാൻ സമയമായി, നിന്റെ വേദന മാറിപ്പോകാൻ സമയമായി. ഞാൻ ഉറപ്പിച്ചു പറയാൻ കേട്ടോ, ഇതൊരു ഉപരിവിപ്ലവത്തിന് ഞാൻ പറയുമല്ല. ആത്മാവിനോട് പറയുന്നു, ഉപവാസ പ്രാർത്ഥനയിൽ സാക്ഷ്യങ്ങളുടെ ഭയങ്കര കൂട്ടങ്ങൾ. ആ വാക്ക് ഞാൻ പറയുമ്പോൾ എൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ ഞാൻ മഹത്വം തിരിച്ചറിയുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഭയങ്കര സാക്ഷ്യങ്ങളെ പരിശുദ്ധാത്മാവ് തുറക്കും. ദൈവം ചില വിഷയത്തെ നിവർത്തീകരിക്കും യേശുവിന്റെ നാമത്തിൽ. നടത്തി തരത്തില്ലെന്ന് വാദി പറഞ്ഞു നിന്നൊരു ശത്രുപാളയമുണ്ട്. ഇല്ലടാ, ഞാൻ നിനക്കത് ചെയ്തു തരത്തില്ല, നീ കരഞ്ഞൊരു മെഴുകുതിരി ഉരുകി തീരുന്നത് പോലെ തീരത്തെയുള്ളെന്ന് പറഞ്ഞ ശത്രുപാളയത്തെ നോക്കി 2-ാമത്തെ പകൽ പറ, എന്റെ ദൈവം നിവർത്തീകരിക്കാൻ പോകുകയാ, എന്റെ ദൈവം നടത്തി തരാൻ പോകുകയാ, എന്റെ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാ. അടകം ശാതകരം ധാരകസ്ഥരം ശമാനകസ്തിയാപന ആ പാറക്കഷ്ണം ഉരുണ്ട് പുറത്തു പോകുന്ന യേശുവിന്റെ നാമത്തിൽ രക്തം ചെയ്യം, 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 യേശുവ രക്തം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം ചെയ്യം. രൂഢം ഭാരം ശാരം ധാരം ധീരം ധേരം ശാരം ധീരം ധീരം ധാലം വൈഡം ധീരം അന്തല ബന്ധുല ബന്ധലകത്തുക രത്തക എനിക്കറിയാം അടുത്തൊരു വാക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ആ ദൂതിനെ ആത്മാവിൽ നിങ്ങളുടെ കൂടാരത്തിനകത്ത് വിത്തുപോലെ ഇടുക. എനിക്ക് മനസ്സിലാകുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇനിയും നടത്തി തരാവോ എന്നല്ല നീ ചോദിക്കുന്നത്, ഇനിയും ഒരു അത്ഭുതം ചെയ്യാവോ എന്നല്ല നീ ചോദിക്കേണ്ടത്. എനിക്ക് ദൈവം നിവർത്തീകരിച്ചിരിക്കുന്നു, എനിക്ക് ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നിരിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം വാതിൽ തുറന്നിരിക്കുന്നു, എനിക്ക് വേണ്ടി
നിത്യജീവന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ അഭിഷേകം ദൈവന്റെ ശിരസിനകത്ത് തന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിനകത്ത് മഹത്വത്തിന്റെ സാന്നിധ്യം ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ദൈവം അത് ചെയ്ത് തന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കണ്ടോ, അത് നിവർത്തീകരിച്ച ദൈവത്തിന് ശലോമോൻ എന്ന് പറയുന്ന മനുഷ്യൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗങ്ങളുണ്ട് കേട്ടോ. ഈ പ്രാർത്ഥന രണ്ടാം ഭാഗം ഇത് ആരംഭിക്കുന്നത് 6-12 വാക്യത്തിൽ. ഞാൻ ആ റെഫറൻസ് പറയുമ്പോൾ നിങ്ങളത് നോക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ കുറേ കൂടെ ഡെപ്തിൽ ആ സംഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. 6-12 വാക്യത്തിലാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ബൈബിൾ തുറന്ന് കണ്ടോ, 6-12 വാക്യത്തിലെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഈ പ്രാർത്ഥന വന്നു നിൽക്കുന്നത് 6-42 വാക്യത്തിലാണ്. 6-12 വാക്യത്തിൽ തുടങ്ങിയ പ്രാർത്ഥന 6-42 വാക്യത്തിൽ അവസാനിക്കുക. സ്തോത്രം. ഇതിനിടയിൽ എത്ര വാക്യം ഉണ്ടെന്നറിയാമോ? അങ്ങനെ പെട്ടെന്നൊന്നും ചോദിക്കല്ലേ പാസ്റ്റേ, ഒരു കൃപ കിട്ടി പെന്തക്കോസി ചാടിക്കറി വന്നെന്നല്ലാതെ മനക്കണക്ക് കൂട്ടാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല. കണക്കിൽ ഞങ്ങൾ വീക്കാ പാസ്റ്റേ, ഞാനും വീക്കാ കേട്ടോ. സ്തോത്രം. പക്ഷേ ഇത് ഞാൻ പ്രസംഗത്തിന് വേണ്ടി തപ്പി എടുത്തായിരുന്നു. 30 വാക്യമുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞ് എണ്ണാൻ നിൽക്കേണ്ട, എണ്ണി തീരുമ്പോൾ പ്രസംഗവും തീരും. 30 വാക്യമുണ്ട്, സംശയമില്ല. അപ്പം 12 വാക്യത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു, 42 വാക്യത്തിൽ അവസാനിച്ചു. 30 വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുക. അയ്യോ, അപ്പോൾ ഇതൊരു ചെറിയ പ്രാർത്ഥനയല്ല. 30 വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുക. 30 വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുക. പുതിയ നിയമത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചത് പൗലോസൊക്കെയാണ് കേട്ടോ. ദൈർഘ്യമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചത് സകല കുടുംബത്തിന് പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ നീളമാഴം ഉയരം വീതി. ദൈർഘ്യമുള്ള പ്രാർത്ഥന. പക്ഷേ ആ പ്രാർത്ഥനകളോടെല്ലാം കിടപിടിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ് ഈ ശലോമോന്റെ പ്രാർത്ഥന. 30 വാക്യത്തിൽ പ്രാർത്ഥിക്കുക. 3 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. 3 കാര്യങ്ങൾ ഇതേന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഒന്ന്, ഇത് ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ, ആണെന്ന് മനസ്സിലായല്ലോ? ആണെന്ന് മനസ്സിലായവർ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഓക്കെ, ഇതൊരു പ്രാർത്ഥനയാണ്. ഈ 6 അധ്യായം ശലോമോന്റെ ഒരു പ്രയർ 6-12 ആ പ്രാർത്ഥന ആരംഭിച്ച്. അപ്പോൾ ഇത് ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മളൊന്ന് സംസാരിക്കും. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. 2, ഇത് ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഈ പ്രാർത്ഥന ഇടയിൽ എന്ത് സംഭവിച്ചു അത് നമ്മളൊന്ന് സംസാരിക്കും. 3, ഇത് ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് തുടക്കം എന്തായിരുന്നു അത് നമ്മളൊന്ന് സംസാരിക്കും. ഇത് 3 പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആത്മനിയമത്തോടെ 3 മണി വരാന്നെങ്കിലും 3 പോകാൻ പറ്റിയില്ല. ഒരു 2:45 ആകുമ്പോൾ നമുക്ക് യോഗ അവസാനിപ്പിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. വൈകിട്ടും ഉണ്ടല്ലോ, ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. തമ്പുരാനെ നെഞ്ചത്തോട് ഇടിപാട് വാസി ഇത് വാസേ, അത്രയൊന്നും പോവില്ല കേട്ടോ. ശ്രോത്രം, ഒരു നിശ്ചിത സമയമുണ്ട്. അല്ലേ തന്നെ നമ്മുടെ വിഷയം പ്രസംഗം തീർക്കുന്നതല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു, പ്രസംഗം തീർക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ചിന്തയാണ്. പ്രസംഗത്തിൻ്റെ പ്രത്യേകത കണക്ഷനാണ്, ഭയങ്കര കണക്ഷൻ. ഒരു വാക്യം അടുത്ത വാക്യം ഇങ്ങനെ അങ്ങ് പോകും. സ്തോത്രം. നമ്മുടെ വിഷയം പ്രസംഗം തീർക്കുന്നതല്ല, നമ്മുടെ വിഷയം ദൂത് വെളിപ്പെട്ട് വരുന്നതാണ്. സ്തോത്രം. അപ്പം പരിമിതിക്കകത്ത് ദൈവം ദൂത് വെളിപ്പെടുത്തും. അതെവിടെ വെളിപ്പെട്ടു അവിടെ നമ്മൾ യോഗ അവസാനിപ്പിക്കും. അവിടെ പിന്നെ പ്രസംഗം തീരും നമ്മുടെ വിഷയമല്ല. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇത് ശലോമോന്റെ പ്രാർത്ഥന ാണെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം, പ്രാർത്ഥനയുടെ ഇടയിൽ, പ്രാർത്ഥനയ്ക്ക് മുമ്പ്. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് ഭയങ്കര ആശങ്ക പെടരുത്. എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ അല്ലല്ലോ പറയണ്ടേ. പിന്നെ അങ്ങനെ പറയണ്ടേ? പ്രാർത്ഥനയ്ക്ക് തുടക്കം, പ്രാർത്ഥനയുടെ ഇടയിൽ, പ്രാർത്ഥനയ്ക്ക് ശേഷം. ഓർഡറിൽ അങ്ങനല്ലേ പാസ്റ്റേ പറയണ്ടേ? അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ കൊട്ടാരക്കരക്കാരനാകുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആദ്യം പ്രാർത്ഥനയ്ക്ക് ശേഷം എന്താണെന്ന് പറയാം, പിന്നെ പ്രാർത്ഥനയുടെ ഇടയിൽ എന്താണെന്ന് അറിയാം, പിന്നെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എന്താണെന്ന് പറയാം. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെന്ന് പറയാനുള്ള സമയം ലഭ്യമാകത്തുള്ളൂ. മറ്റെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് നിയോഗത്തിൽ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥനയ്ക്ക് ശേഷം. സ്തോത്രം. അത് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടോ? ആ ഉറപ്പിലല്ലേ ഈ വന്നിരിക്കുന്നേ? ഇല്ലേ? പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സ്തോത്രം. ഓക്കെ. ഇപ്പം ഞങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഒരു പുതിയ വർക്കാണ്. ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ പുതിയ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, ഫ്രഷ് ആൾക്കാർ, ഹൈന്ദവ മാർഗത്തിൽ ഇതൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നവരാ. അതിൽ ഞങ്ങളിപ്പോൾ അവരെ ഒന്നേന്നാണ് പഠിപ്പിക്കുന്നത്. ഏതേൻ എന്ന് പറയുന്നൊരു തോട്ടം, ആദാം എന്ന് പറയുന്നൊരു മനുഷ്യൻ, അബ്രഹാം. അപ്പോൾ ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അബ്രഹാമോ, അത് കൊള്ളാലോ. ഏതേൻ തോട്ടമോ പാസ്റ്റേ, കൊള്ളാലോ. അപ്പോൾ ആദ്യമായിട്ട് ഇവർ കേൾക്കുന്നതിൻ്റെ ആകാംക്ഷ ഇവർക്ക് ഭയങ്കരമാണ്. സ്തോത്രം. ഇപ്പം അവരുടെ എടുക്കൽ ചെന്നിട്ട് ഞാൻ ചോദിക്കുകയാണെന്ന് ചിന്തിക്കട്ടെ, മക്കളെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടോടാ? ഈ ഭാഗം ഞാൻ അവരോട് പറയുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് പറയും, പ്രാർത്ഥനയ്ക്ക് ശേഷമുണ്ട്. എന്തുകൊണ്ട്? പപ്സും ചായയും. ഇപ്പൊ അവർക്ക് അതേ അറിയുള്ളൂ. എന്നാൽ നിങ്ങൾ പ്രബുദ്ധരായ ദൈവമക്കളാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നാ? പൊറോട്ട ഇറച്ചിയോ? എന്തേലും ഉണ്ടോ? ആ ഉറപ്പിലല്ലേ വന്നിരിക്കുന്നേ. അപ്പൊ എന്തോ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നാ? പ്രാർത്ഥന കഴിയുമ്പോൾ എന്നാ? അതാരാ പറഞ്ഞല്ലോ? മറുപടി അല്ലേ? മറുപടി. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ പറയുമ്പോൾ ഒന്നും മറുപടിയല്ല, അതിനടുത്തൊരു റെലേമ. വായിച്ചോ, ഈ 6:42 പ്രാർത്ഥന വന്ന് നിൽക്കുന്നത്. പിന്നെ അധ്യായത്തിൽ വാക്യമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. പിന്നെ 7 അധ്യായമല്ലേ ആരംഭിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ 7-ന്റെ ഒന്ന് വായിച്ചോ.
ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞേ, ശലോമോന്റെ പ്രാർത്ഥന കഴിഞ്ഞു, ആശീർവാദം കഴിഞ്ഞു, പരിപാടി അവസാനിപ്പിച്ചു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. മറുപടി അല്ല മാമേ, തീയുടെ മറുപടി. സ്തോത്രം. ഇന്ന് രാവിലെ യോഗത്തിനൊക്കെ തിരിക്കുന്നവരെ നോക്കി ഞാൻ പറയാം, ഈ 21 കഴിയുമ്പോൾ മറുപടി അല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേ, തീയുടെ മറുപടി. എൻ്റെ ദൈവം കരിഞ്ഞു മാറത്തില്ലെന്ന് അവകാശം പറഞ്ഞ് കടുകട്ടിയായിരിക്കണ ചില പ്രാർത്ഥനാ വിഷയല്ലേ, അതിൽ മറുപടി വെളിപ്പെട്ട് വന്നാൽ പോരാ, ആ പ്രാർത്ഥനാ വിഷയത്തെ കത്തിച്ചു മാറ്റുന്ന ചില തീയുടെ മറുപടി. ഞാൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ വിശ്വസിച്ച് പറയുന്നു, ചിലർക്ക് വേണ്ടി മറുപടി അല്ല. ഇന്ന് രാവിലെ പ്രാർത്ഥന കഴിയുമ്പോൾ, ഉപവാസത്തിന്റെ 3ാമത്തെ സെക്ഷൻ കഴിയുമ്പോൾ, ഉപവാസത്തിന്റെ 2ാമത്തെ പകൽ കഴിയുമ്പോൾ മറുപടി അല്ല, തീ തീ തീ. നിന്റെ വീടിനെ ലക്ഷ്യമാക്കി കത്തിമാറാത്ത വിഷയത്തെ, കരിച്ചു മാറ്റാൻ പറ്റാത്ത വിഷയത്തെ, കൗൺസിലിംഗ് സെന്ററുകൾക്ക് കഴിയാത്ത വിഷയത്തെ, സംഘടനാ നേതാവിന് കഴിയാത്ത വിഷയത്തെ, മത നേതാവിന് കഴിയാത്ത വിഷയത്തെ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ കത്തിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു മറുപടിയല്ല ഇത്, തീയുടെ മറുപടി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരാത്മാവിൽ പറ, എനിക്ക് മറുപടിയുടെ പകലല്ല ഇത്, എന്റെ തീയുടെ മറുപടി. യേശുവിന്റെ നാമത്തിൽ ശംഭനം ധാരകസ്യ. അച്ഛാ, ഞാൻ ആ വാക്കൊക്കെ പറയുമ്പോൾ ഞാൻ പറയുമല്ല അച്ഛാ, പരിശുദ്ധമ്മനെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുക. ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നു. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് മറുപടിയുടെ പകലല്ല, ഇത് തീയുടെ മറുപടിയുടെ പകൽ. യേശുവിന്റെ നാമത്തിൽ തീയുടെ വെളിപ്പാട് എന്താണെന്നറിയാമോ? നിനക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അഗ്നി കത്തോ, നിനക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ തീ കയറി പിടിക്കോ. തീയുടെ പ്രത്യേകത ഒന്ന് കത്തിച്ചു തുടങ്ങിയാൽ മതി. ഉപവാസത്തിന്റെ 2ാമത്തെ പകൽ ഒന്ന് കത്തിച്ചു തുടങ്ങിയാൽ മതി. ഇത് കാട്ടു തീയുടെ അഭിഷേകമാ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവര് പറ, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്റെ വീടിനകത്ത് ചിലരുടെ മേൽ കത്തോ. ഞാൻ തിരിച്ചറിഞ്ഞ ആത്മാവിന്റെ തീ എന്റെ വീടിനകത്ത് ചിലരുടെ മേൽ കത്തോ. വിശ്വാസത്തിൽ ഇനിയും വരാത്ത എന്റെ തലമുറയ്ക്കകത്തത് വാഴൂ. വിശ്വാസത്തിൽ ഇനിയും വരാത്ത എന്റെ ഹസ്ബൻഡിന് മേൽ ആ തീയുടെ അഭിഷേകം വാഴൂ. നീ പോകേണ്ട ആവശ്യമില്ല, ഇത് മഹത്വത്തിന്റെ തീയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ വിശ്വസിക്കുന്നവര് പറ, ഞാൻ പോകത്തില്ല, ഇത് മഹത്വത്തിന്റെ തീയാണ്. അടകമരം ഷാതകരം ദേനകസി. കാട്ടിനകത്തൊരു തീ കത്തിച്ചാൽ എന്താ, അത് അണയ്ക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. അതിങ്ങനെ കാട്ടുതീ പോലെ കത്തിക്കേറോ. ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ 2ാമത്തെ പകൽ ഒരു തീയുടെ മഹത്വം വെളിപ്പെട്ടു വരുമോ. സ്തോത്രം. രക്തത്താൽ വചനത്താൽ ഇന്ന് രാവിലെ ഞങ്ങൾ ക്ഷയമെടുക്കുന്നു. കണ്ടോ, ഇതൊരു മറുപടിയുടെ പകലല്ല, ഇതൊരു തീയുടെ മറുപടിയുടെ പകല. അവിടെ നിർത്തിക്കൊണ്ട് വിശ്വസിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, ഇന്ന് പകൽക്കാലം മറുപടി തീയുടെ മറുപടിയായിട്ട് അധികം വെളിപ്പെടുത്തുന്നെങ്കിൽ വേദപുസ്തകത്തിൽ 1, 2, 3, 4, 5, 6, 7 ദൈവം മറുപടിയല്ല തീയുടെ മറുപടി വെളിപ്പെടുത്തിയ സംഭവം ഉണ്ടാ. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതി ചേർക്ക്, 7 ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തീയുടെ മറുപടി വെളിപ്പെടുത്തിയോ? വെളിപ്പെടുത്തിയ മാമേ. അങ്ങനാണെങ്കിൽ 8ാമത്തെ എനിക്ക് വേണ്ടി ദൈവം തീയുടെ മറുപടി വെളിപ്പെടുത്തോ. സ്തോത്രം. അപ്പൊ വീണ്ടും ചോദ്യം വന്നു, 7 ഭക്തന്മാരാരാ പാസ്റ്റേ? ഒന്ന് പറയാമോ? പറയാ. 1ാമത് ദൈവം തീയുടെ മറുപടി അയച്ചത് അബ്രഹാമിന് വേണ്ടിയിട്ടാ. എവിടാന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 15ന്റെ 17ാമത്തെ വാക്യം ഇങ്ങനെ കിടക്കുന്നേ, സൂര്യൻ അസ്തമിച്ചു. അടുത്ത വാക്ക് ഇരുട്ട് വന്ന ശേഷം. 2 പദങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് സൂര്യൻ അസ്തമിച്ചു, 2 ഇരുട്ട് വന്നു. പാസ്റ്റേ, സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ പരിസമാപ്തിയെ കാണിക്കുന്നതാ. ആ ദിവസം തീർന്നു പോയി പോൽ. ഇനി ആ ദിവസം സമയമുണ്ടോ? ഇല്ല. ഇനി നാളെ രാവിലെ സൂര്യൻ പൊട്ടി ഉദിച്ചുയരണം. സമയം കഴിഞ്ഞു പോയി കേട്ടോ, സമയം കഴിഞ്ഞു പോയി. ഇനി ഈ ദിവസം ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല, കഴിഞ്ഞു, തീർന്നു, അവസാനിച്ചു. കർത്താവിന്റെ ദാസൻ അല്പസമയം മുമ്പ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ സാധ്യതകളെല്ലാം കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു, മെഡിക്കൽ സയൻസ് പൂട്ടിവെച്ചു, തീർന്നു, അവസാനിച്ചു, സമയം കഴിഞ്ഞു പോയി. അടുത്ത വാക്ക് ഇരുട്ട് വന്നെന്ന. ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താ? എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പിലേക്കോ പുറകിലേക്കോ ജീവിതത്തിൽ ധ്രുവം അറിയാതെ നിൽക്കുന്നൊരു മേഖല. സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു, ഇരുട്ടും വന്നു. എന്നിട്ട് ഉൽപ്പത്തി 15ന്റെ 17 അടുത്ത വാക്ക് പറയാം, പക്ഷേ ഇതാ പുകയുന്നൊരു തീപന്തം, ജ്വാല അതിന്റെ നടുവിലൂടെ പാസ് ചെയ്തു പോയി. എന്ന് വെച്ചാൽ സൂര്യന്റെ പ്രകാശത്തെക്കാൾ കവിയുന്നൊരു തീ അബ്രഹാമിന്റെ ഉടമ്പടിക്കകത്ത് വന്നു വീണെന്ന്. സമയം കഴിഞ്ഞുപോയ വിഷയത്തിനകത്ത് എന്റെ ദൈവം തീയുടെ മഹത്വമായിരിക്കും. വിശ്വസിക്കുന്നോ? സമയം കഴിഞ്ഞുപോയ വിഷയത്തിൽ ഇതൊരു പ്രബോധന ശബ്ദം കേട്ടോ. സമയം കഴിഞ്ഞുപോയ നിന്റെ വിഷയത്തിൽ സൂര്യൻ അസ്തമിച്ചു
പോയ നിന്റെ വീടിനകത്ത്, ആമേൻ, ഇരുട്ട് വന്ന നിന്റെ കൂടാരത്തിലും തലമുറയുടെ ബുദ്ധിക്കകത്ത്, ഇരുട്ട് വന്ന നിന്റെ കുഞ്ഞിന്റെ ഉദരത്തിനകത്ത് ഇതാ പുകയുന്നൊരു തീജ്വാല, ഇതാ പുകയുന്നൊരു തീജ്വാല, ഇതാ പുകയുന്നൊരു തീജ്വാല പന്തങ്ങളുടെ നടുവേ പാസ് ചെയ്തു പോകുന്നു. ശമാന റക്കാല സത്യകേനിയ. നിന്റെ കലണ്ടറിന്റെ സമയം മാറിപ്പോകൂ, പക്ഷെ വിശ്വസിക്കുന്നവരെ പറ, എന്റെ തമ്പുരാന്റെ സമയം വരാൻ പോകുന്നതേ ഉള്ളെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. സമയം കഴിഞ്ഞുപോയ വിഷയത്തിൽ അത്രേ ദൈവത്തിന്റെ ഒന്നാമത്തെ തീ വന്നു വീഴാൻ പോകുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോ, സമയം കഴിഞ്ഞുപോയ എന്റെ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ തീയുടെ മഹത്വം യേശുവിന്റെ നാമത്തിൽ രക്തത്താല് വചനത്താൽ ഇന്ന് രാവിലെ ഞങ്ങൾ ജയമെടുക്കുന്നു, 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 ജയമെടുക്കുന്നു. പ്രിയരെ, ആലയത്തിനകത്തിരിക്കുന്ന സെക്കരിയാവിനെ നിങ്ങൾ കണ്ടോ? ആലയത്തിനകത്തിരിക്കുന്ന സെക്കരിയാവിൻ അച്ഛാ പൗരോഹിത്യ വസ്ത്രം ധരിച്ചിരിക്കുക, ദൈവത്തിന്റെ പുരോഹിതന കുപ്പായം ധരിച്ചിരിക്കുക. ആ മനുഷ്യനൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ആമൻ തൻ്റെ ഭാര്യ എലിസബത്തിന്റെ കരത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചൊരു വിഷയം എന്നാണെന്നറിയാമോ? അപ്പായേ, ഞങ്ങൾക്കൊരു തലമുറയെ തരാൻ പറ്റുമോ? ആ പ്രാർത്ഥന ദീർഘനാളുകൾ നിന്നു. പക്ഷെ വയസ്സ് ചെന്നപ്പോ, വൃത്തനായപ്പോ അഡ്ജസ്റ്റഡായി പോയി സെക്കരിയാവ്. ഇല്ല, ഇനി ഒരു തലമുറയെ കിട്ടാൻ സാധ്യതയില്ല, സമയം കഴിഞ്ഞു. ശരീരത്തിൽ വാർദ്ധക്യം പിടിച്ചല്ലോ, നരബാധിച്ചല്ലോ, ശരീരം ചുക്കിച്ചുളിഞ്ഞല്ലോ, സാധ്യത കഴിഞ്ഞു പോയി. ഇന്ന് രാവിലെ അങ്ങനെയുള്ള സെക്കരിയാവിന്റെ അടുക്കൽ ദൂതം വന്നിട്ട് പറയാ, 400 കൊല്ലത്തെ നിശബ്ദത മാമേ, 400 കൊല്ലം, 1 2 ഒന്നുമില്ല, 400 കൊല്ലമായിട്ട് ദൈവം മിണ്ടണില്ല, 400 കൊല്ലമായിട്ട് ഒരു പ്രവാചകനില്ല. എന്നിട്ടും പുതിയ നിയമത്തിൽ മറുപടി ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടും പ്രാർത്ഥിക്കുന്ന സെക്കരിയാവിന്റെ അടുക്കൽ ദൂതം വന്നിട്ട് പറയാ, എടോ 400 കൊല്ലമായിട്ട് ഞാൻ മിണ്ടുന്നില്ല, 400 കൊല്ലമായിട്ട് ഇരുണ്ട കാലഘട്ടമാ, സൂര്യൻ അസ്തമിച്ചു പോയ ഡാർക്ക്നെസ് പീരീഡാ. അതിന്റെ നടുവിൽ പുതിയ നിയമത്തിൽ ആദ്യത്തെ ശബ്ദം ഞാൻ സെക്കരിയാവെ നിന്നോട് പറഞ്ഞു തുടങ്ങാൻ പോവുക. എന്തുവാ? നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്കുത്തരമായി. 400 കൊല്ലത്തെ നിശബ്ദതകൾക്ക് ദൈവം തിരശീലയിട്ട് സൂര്യൻ അസ്തമിച്ചു പോയ ഒരു വിഷയത്തിൽ ദൈവം പറയുക, നിന്റെ ഭാര്യ എലിസബത്തിന്റെ ഉദരത്തിൽ നിന്നും ഒരു വാറ്റത്തെ സന്തതി വരാൻ സമയമായി. വിശ്വസിക്കുന്നവര് പറ, സമയം കഴിഞ്ഞുപോയ വിഷയത്തിൽ ദൈവത്തിന്റെ തീയുടെ മഹത്വം യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഇതിന്റെ സഭ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയുക, ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ദൂത് അങ്ങനെ വാഴട്ടെ. അവരുടെ സമയം കഴിഞ്ഞുപോയ വിഷയത്തിൽ സൂര്യന്റെ പ്രകാശത്തെക്കാൾ കവിയുന്ന ദൈവത്തിന്റെ തീയുടെ ജ്വാല വെളിപ്പെട്ടു വരുമോ? ഹോളി സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ മഹത്വം അങ്ങനെ വാഴുമോവിനായി. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. കരമുയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. അച്ഛാ, വിവാഹം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനും എൻ്റെ വൈഫും ഞെട്ടലോടെ ഒരു വാർത്ത കേൾക്കുന്നത്. ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല അച്ഛാ. ഇല്ല, തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ബോഡി സ്ട്രക്ചർ ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ഞങ്ങൾക്ക് തലമുറ ഉണ്ടാകാൻ സാധ്യതയില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞെട്ടലോടെ ഒരു വാർത്ത കേൾക്കുന്നത്. അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ, ഞാൻ ഇതൊക്കെ ഇത്രയും പേരെടുത്ത് പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ സ്ഥാപകനായിരിക്കുന്ന പാപ്പച്ചൻ ഡോക്ടർ ആമേ ചെന്നപ്പോഴേ പാസ്റ്റർ എന്ന് പറഞ്ഞ കാരണത്താൽ ഒരു റെസ്പെക്റ്റ്, പ്രായം കൊണ്ടല്ല കേട്ടോ, പക്ഷെ ഒരു റെസ്പെക്റ്റ് ആ മനുഷ്യന് ഞങ്ങളുടെ ബന്ധത്തിലുണ്ട്, ഒരു എന്ന് പറഞ്ഞ കാരണത്തെ. അങ്ങനെ അവസാനത്തെ റിപ്പോർട്ട് അടിച്ച് കിട്ടുമ്പോൾ അത് ഫയൽ ആ ടേബിളിനകത്ത് ഇരിക്കുമ്പോൾ ഞങ്ങളെ അകത്തേക്ക് വിളിച്ചു. 1 അല്ല 2 അല്ല 3 ഡോക്ടേഴ്സ് നിരന്നിരിക്കുക. അകത്തോട്ട് കയറി ചെന്നു, സംസാരിച്ചു. സംസാരത്തിനിടയിൽ എൻ്റെ വൈഫിനോട് അദ്ദേഹം പറഞ്ഞു, മോളെ, സാധാരണ രീതിയിൽ നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകത്തില്ല. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വൈഫിൻ്റെ കണ്ണൊക്കെ വല്ലാതെ നിറഞ്ഞു. പെട്ടെന്ന് പക്ഷേ കണ്ണു തുടങ്ങി, സാധാരണ രീതിയിൽ നിങ്ങൾക്കൊരു തലമുറ ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ മെഡിക്കൽ സയൻസ് ഇത്രയും വർദ്ധിച്ചല്ലോ, അങ്ങനെ ഇന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു പൊതുവേദിയാകുന്നതുകൊണ്ട് എല്ലാം പറയേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്കറിയാം ആ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച്. അതിനെത്രയാവും? അതിന് ഇത്ര ലക്ഷം രൂപയാവും. എത്ര ശതമാനം സാധ്യതയുണ്ട്? 60% സാധ്യതയുണ്ട്. പക്ഷേ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ എന്ന രീതിയിൽ അതൊരു മാനുഷിക തലം എന്നൊരു ചിന്ത എനിക്ക് വ്യക്തിപരം, അത് ബൈബിളിൻ്റെ ഉപദേശമൊന്നും അല്ലെന്ന് ഞാൻ അങ്ങനെ പറയുകയല്ല, ഇത് എൻ്റെ വ്യക്തിപരമായ ചിന്ത. അത് എനിക്ക് താല്പര്യമില്ല. അങ്ങനൊരു കുഞ്ഞ് നാച്ചുറലി ഉണ്ടാകുന്നതല്ല. വേണ്ട ഡോക്ടറെ, ഗുഡ് ബൈ പറഞ്ഞ് അതിനോട് തിരിച്ചിറങ്ങി വരുമ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള മടക്കയാത്ര, ആ മടക്കയാത്ര എൻ്റെ വൈഫിൻ്റെ കണ്ണൊക്കെ നന്നായിട്ട് നനയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ സഹോദരി അവർ മറ്റൊരു രാജ്യത്തിലാണ്. അച്ഛാ, എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ ദൂതുകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ ചേച്ചി എന്നെ നോക്കി പ്രവചിച്ചിട്ടുള്ളതാണ്. അവൾ എന്നെ വിളിച്ചിട്ട് വെച്ചു, എടാ അന്ന് ഹോസ്പിറ്റലിൽ പോയോ? അവിടെ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, അതുകൊണ്ട് കുറേയും കൂടെ അവർക്ക് ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു സാധ്യതയില്ല. പിന്നെ ഞാൻ തിരിച്ചു പറഞ്ഞു, അല്ല, ഈ ട്രീറ്റ്മെൻറ്റുകൾ എടുത്താൽ 60% സാധ്യതയുണ്ട്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, എടാ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന മാനുഷിക തലത്തിലാണ്, പക്ഷെ നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെണ്ണകത്തൊരു പ്രവാചക ആത്മാവ്
വ്യാപരിക്കുന്നു. നീ ലൗഡ് സ്പീക്കർ ഇട്. എനിക്ക് ഷൈനിയോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ലൗഡ് സ്പീക്കർ ഇടുമ്പോൾ എൻ്റെ ചേച്ചി മറു രാജ്യത്ത് നിന്ന് വിളിച്ചു പറയുന്ന വാക്കെങ്ങനെയാ? മോളെ, ആത്മാവെന്നോട് പറയുന്നടാ 60% മരുന്നെടുത്ത സാധ്യത ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? എന്നാൽ പ്രവാചക ആത്മാവിൽ ഞാൻ നിന്നോട് പറയുന്നു, മരുന്ന് നീ തൊടാതിരുന്നാൽ നിനക്ക് 100% സാധ്യതയുണ്ട്. സ്തോത്രം. ഈ വാക്കങ്ങോട്ട് കേൾക്കുമ്പോൾ ശരീരത്തിനകത്തൊരു ഭയങ്കര പ്രസൻസ് തിരിച്ചറിയുന്നത് പോലെ. നിങ്ങൾക്കറിയാമോ, എല്ലാ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം അതുമായിട്ട് കണക്റ്റഡ് ആകത്തില്ല. അതൊരു രഹസ്യമാകട്ടോ. എല്ലാ പ്രവചന ശബ്ദവും കേൾക്കുമ്പോൾ നമ്മുടെ ശരീരമായിട്ട് മാച്ച് ആകത്തില്ല. എന്നാൽ ചില ദൈവ ശബ്ദങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഫീൽ ആകും. ഇതങ്ങോട്ട് പറയുമ്പോൾ ശരീരത്തിനകത്തൊരു പ്രസൻസ് ഇറങ്ങി വരും. വണ്ടി ഇൻഡിക്കേറ്റർ സൈഡിൽ ചവിട്ടി നിർത്തി എൻ്റെ വൈഫിൻ്റെ ഉദരത്തെ ഞാൻ കരം വെച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഉപവാസത്തിൻ്റെ 2ാമത്തെ പകലല്ലേ? ഈ പകൽ ഞാൻ ഈ സാക്ഷ്യമായിട്ട് നിൽക്കുമ്പോൾ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും പറയാം, മെഡിക്കൽ സയൻസിൻ്റെ സകല പരിമിതികളെയും പൊട്ടിച്ച് കർത്താവ് ഞങ്ങൾക്കൊരു ആൺതലമുറയെ ദാനമായി നൽകിയ സമയം കഴിഞ്ഞുപോയ നിന്റെ വിഷയത്തിൽ തീറങ്ങൂന്ന് ഉറപ്പിച്ചോ. സമയം കഴിഞ്ഞുപോയ നിന്റെ വിഷയത്തിൽ അഗ്നിയുടെ ജ്വാല ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഉദരത്തെ തമ്പുരാൻ തുറക്കുമെന്ന് വിശ്വസിക്ക്. അകത്തുനിന്ന് വാറ്റത്ത് സമ്പതി. യേശുവിന്റെ നാമത്തിൽ സനാതന കരമടിച്ച് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രസംഗിച്ചു തീർക്കുന്ന പകലല്ല, ഇത് ദൂത് വെളിപ്പെട്ടു വരുന്ന പകലാ. സമയം കഴിഞ്ഞുപോയ നിന്റെ വിഷയത്തിൽ അഗ്നിയുടെ ജ്വാല വെളിപ്പെട്ടു വരാൻ സമയമായമ്മ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. കണ്ട പ്രിയരെ, 2ാമത് ആർക്ക് വേണ്ടി ദൈവം തീ അയച്ചത്? അമ്മ ലേവിയ പുസ്തകം 9ാമത്തെ അധ്യായം ഏറ്റവും ഒടുവിലത്തെ ഇതൊക്കെ റെഫറൻസ് വായിക്കേണ്ടത് കേട്ടോ. ഞാൻ ആ വായിക്കാൻ സമയം എടുക്കാത്തത് ആ ദൂതിൻ്റെ അവിടെ പെട്ടെന്ന് മനസ്സിലാക്കി പോകാനാണ്. ലേവിയ പുസ്തകം 9ന്റെ ഏറ്റവും ഒടുവിലത്തെ പദം പറയുക, അഹരോന്റെ യാഗത്തിൽ ദൈവത്തിന്റെ തീ വീണു. സ്തോത്രം. അഹരോന്റെ യാഗത്തിൽ ദൈവത്തിന്റെ തീ. 9:24 പറയാ, അഹരോന്റെ യാഗത്തിൽ ദൈവത്തിന്റെ തീ പൊട്ടി പുറപ്പെട്ടു. അർത്ഥം എന്തിനാ തീ എന്നറിയാമോ? അവിടെ ശ്രദ്ധിച്ചോ, അഹരോനെ വിളിച്ചത് മനുഷ്യനല്ല, സംഘടനക്കാരനല്ല, നേതാവല്ല. അഹരോനെ വിളിച്ചത് തമ്പുരാനാന്ന് തെളിയിക്കാൻ അഹരോന്റെ യാഗത്തിൽ തീ. ഹലോ, എന്നെ വിളിച്ചത് മനുഷ്യനല്ലെന്ന് വലിയ ഉറപ്പകത്ത് വ്യാപരിക്കുന്നു. പെന്തക്കോസി ഞാൻ വന്നത് മനുഷ്യൻ വിളിച്ചത് കൊണ്ടല്ല വാസയെന്ന് വലിയ ഉറപ്പ് പാടുന്നുണ്ടോ? എന്നെ വിളിച്ച് ദൈവമാണ്, ദൈവത്തിന് തെളിയിക്കണമെങ്കിൽ ദൈവത്തിന്റെ തീ എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ വന്നു വീഴുന്ന അധ്യായമാ. ലേവ്യ 9:24 കരം വെച്ചിട്ട് പറ, എന്റെ യാഗത്തിൽ ദൈവത്തിന്റെ അഗ്നി കത്തും, എന്നെ ദേശത്ത് ദൈവം തെളിയിക്കും. Yes, oh shana ti ya la ra ka se ke le ra to mo sha te. രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. ഈ ദേശത്തിനകത്ത് 10,000-കണക്കിന് വിശ്വാസികളുണ്ടെങ്കിലും, ഈ ദേശത്തിനകത്ത് 1000-കണക്കിന് സഭയുണ്ടെങ്കിലും, നിന്നെ വിളിച്ചവൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് തെളിയിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഗ്നി അതിന്റെ നടുവിൽ നിന്റെ യാഗത്തിൽ സംതിങ് സ്പെഷ്യലായി പരിശുദ്ധാത്മാവ് വന്നു വീഴ്ത്തും. വിശ്വസിക്കുന്നവരെ പറ, വിമർശനമേറ്റവർ ഈ യോഗത്തിനകത്തുണ്ടെന്ന് ആത്മാവിനോട് പറയുന്നു. കളിയാക്കൽ അനുഭവിച്ചവർ ഈ യോഗത്തിനകത്തുണ്ടെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. വിശ്വാസ വന്നതിന്റെ പേരിൽ നിന്ദിക്കപ്പെട്ട് പരിഹാസപാത്രമായി മാറ്റി നിർത്തപ്പെട്ടവർ ഈ യോഗത്തിനകത്തുണ്ടെന്ന് പരിശുദ്ധം. അങ്ങനെയുള്ളവരെ നോക്കി ഞാൻ ആത്മാവി പറയാം, നിന്റെ യാഗത്തിനകത്ത് ദൈവത്തിന്റെ അഗ്നി വന്നു വീഴും. വിശ്വസിക്ക്. നാട്ടുകാരുടെ നടുവിൽ ദൈവം അത് തെളിയിക്കും. യേശുവിന്റെ ഒരു റിജക്ഷന്റെ ഫീൽ എനിക്ക് വരുന്നുണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, റിജക്ഷൻ അനുഭവിച്ചവർ ഈ യോഗത്തിനകത്തുണ്ട്, റിജക്റ്റഡ് ആയി പോയവർ ഈ യോഗത്തിനകത്തുണ്ട്. അവരെ ദൈവം തെളിയിക്കാൻ പോകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഈ ഉപവാസം കഴിയുന്നതിനേക്കാൾ മുമ്പ് നിന്നെ വിളിച്ചവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ തമ്പുരാന്റെ തീ അതിനകത്ത് വന്നു വീഴും. നാട്ടുകാർ കാണുക. Lord the Holy Spirit, Lord the Holy Spirit, Lord the Holy Spirit, യേശുവിന്റെ നാമത്തിൽ
നാട്ടുകാർക്കാകെ തമ്പുരാൻ തീ അയക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. മൂന്നാമത് ആരുടെ യാഗത്തില ദൈവത്തിന്റെ തീ വന്ന് വീണത്? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അതൊരു പ്രധാന ദൂതം നിന്ന് സംസാരിക്കേണ്ട വാക്കാ. ന്യായാധിപന്മാർ 6:21 ഗിദെയോന്റെ യാഗത്തിൽ തമ്പുരാന്റെ തീ വീണു. സ്തോത്രം. അവിടെയും വിഷയം മറുപടിയല്ല. മലയാളത്തിൽ ആ വാക്ക് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഗിദെയോന്റെ യാഗത്തിൽ നിന്ന് പാറയിൽ നിന്ന് തീ പൊട്ടി പുറപ്പെട്ടു. ന്യായാധിപന്മാർ 6:21 എന്തിനാ ഗിദെയോനെ നിന്റെ യാഗത്തിൽ തീ വീണേ? അബ്രഹാമിന്റെ ഉടമ്പടിയിൽ വീണത് സമയം കഴിഞ്ഞു പോയ വിഷയത്തിൽ മനസ്സിലായി. ആമേൻ. അഹരോന്റെ യാഗത്തിൽ വീണത് തെളിയിക്കപ്പെടാൻ വേണ്ടി. ഗിദെയോനെ നിന്റെ യാഗത്തിൽ എന്തിനാ തീ വീണേ? പറയാം. ഗിദെയോന്റെ യാഗത്തിൽ തീ വീണത് ഇതൊരു ശാന്തമായ ദൈവശബ്ദമാണ്. ഗിദെയോൻ ഒരു സംശയത്തിന്റെ കനലിനകത്ത് ഗിദെയോൻ നിൽക്കുക. ഗിദെയോൻ 6-ാം അധ്യായത്തിന്റെ പ്രത്യേകത ബൈബിൾ വായിച്ച ദൈവമക്കളുണ്ടോ? ന്യായാധിപന്മാർ 6-ാം അധ്യായം വായിച്ച ദൈവമക്കളുണ്ടോ ഈ യോഗത്തിൽ? ഓക്കെ, ഇത്രയും നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ പ്രത്യേകത ശത്രുപാളയം വന്ന് കവരുക, ദേശത്തിനകത്ത് കൊയ്ത്ത് നശിപ്പിക്കുക, എല്ലാം തകർക്കുക. അതിന്റെ നടുവിലെ ശത്രുപാളയം ദേശത്തിൽ ഇറങ്ങി നിന്ന് വിളയാടുമ്പോഴും ഒറ്റ ഒരുത്തൻ, 1000 പേരൊന്നുമില്ല, ഒറ്റ ഒരുത്തൻ ശത്രുവിന്റെ കയ്യെ ഗോതമ്പ് കൂടാതിരിക്കാൻ ഒറ്റയ്ക്ക് നിന്ന് മുന്തിരിച്ചക്കിനകത്ത് മെതിക്കുക. അവൻ്റെ അടുക്കല തമ്പുരാൻ്റെ ദൂതം വന്നേ. അവനോടാ ദൈവത്തിന് ശബ്ദം പറയാനുള്ളത്. നീ പരാക്രമശാലിയാടാ. അതെന്നാ എടാ, എല്ലാം പേടിച്ച് വീടിനകത്ത് കയറി ഒളിച്ചിരിക്കുമ്പം നീ ഒരുത്തം മാത്രം ശത്രുവിൻ്റെ കയ്യിൽ ഇത് പെടാതിരിക്കാൻ ഇതേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നല്ലോ, ഇതേ ഇരുന്ന് ഉപവസിക്കുന്നല്ലോ, ഇതേ ഇരുന്ന് ആത്മതപനം. നിന്റെ പേര് പരാക്രമശാലി എന്ന് തന്നെ ഗിദെയോനെ. വ്യത്യസ്തനായി നിൽക്കുന്നവനെ തമ്പുരാൻ വിളിക്കുന്ന പേരാ നീ പരാക്രമശാലിയല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗിദെയോന് സന്തോഷമാണ്. പക്ഷെ അടുത്ത വാക്ക് ദൂതം പറഞ്ഞപ്പോൾ ഗിദെയോന്റെ അകത്ത് സംശയം ജനിക്കാൻ തുടങ്ങി. അടുത്ത വാക്ക് എന്നാണെന്നറിയാമോ? നീ പരാക്രമശാലിയല്ലോ. അടുത്ത ദൂതൻ പറഞ്ഞത് ദൈവം നമ്മോട് കൂടെയുണ്ട്. ഉറക്കെ പറഞ്ഞേ. ഇത് കേൾക്കുമ്പോൾ ഗിദെയോന് പരാക്രമശാലി എന്ന് വിളിച്ചപ്പോൾ കൈയടിക്കാൻ ഓക്കെ ആയിരുന്നു. പരാക്രമശാലി എന്ന് വിളിച്ചപ്പോൾ അന്യഭാഷ പറയാം. പക്ഷെ നീ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗിദെയോന്റെ അകത്ത് സംശയം ജനിച്ചു. അപ്പൊ ദൂതനോട് ഗിദെയോൻ തിരിച്ചു ചോദിക്കുക, ദൂതനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നാ നീ അല്ലോ പറഞ്ഞത് ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന്? അതെ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. എന്താ സംശയം? അതാ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വരുന്നതിന്റെ കാരണം എന്നാ ഗിദെയോ? ദൂതനെ, നമുക്ക് ഈ വരുന്നതിന്റെ കാരണം എന്നാ? എന്താ ശത്രു നമ്മുടെ നാട്ടിൽ വരുന്നേ? എന്താ നമ്മുടെ കൊയ്ത്തുവരി നശിപ്പിക്കുന്നേ? എന്താ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത? എന്താ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത? ഗിദെയോന്റെ അകത്ത് ദൈവം കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇതൊരു വലിയ ആശങ്കയാ. ഇന്ന് രാവിലെ ഗിദെയോനെ വിടാ, നമ്മളെ ഒന്ന് പിടിക്ക്. 1000കണക്കിന് ആശങ്ക നമ്മുടെ മനസ്സിനകത്തില്ലേ? ദൈവം കൂടെ ഉണ്ടായിട്ട് പാസ്റ്റർ എൻ്റെ വഴി എന്താ പാസ്റ്റർ അടഞ്ഞേ? ദൈവം കൂടെ ഉണ്ടായിട്ട് പിന്നെ പാസ്റ്റർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെന്താ ഹോസ്പിറ്റലൈസ്ഡായേ? ദൈവം കൂടെ ഉണ്ടായിട്ട് പാസ്റ്റർ ഞങ്ങളുടെ മക്കൾക്ക് എന്താ പാസ്റ്റർ വാതിൽ തുറക്കാത്തേ? ദൈവം കൂടെ ഉണ്ടായിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താ രോഗം വന്നേ? ഇതൊരു ആശങ്കയുടെ ചോദ്യമാ. എനിക്ക് ഇന്നത്തെ പോലെ ഓർമ്മയുണ്ട്, ആദ്യമായി ഞാൻ ആ ചോദ്യം ചോദിച്ചൊരു സംഭവം. അത് ബൈബിളിനകത്തുള്ളതിൻ്റെ പേരിലല്ല, ആദ്യമായിട്ട് ഞാൻ ആ ചോദ്യം ചോദിച്ച സംഭവം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആമേൻ, സ്തോത്രം. കേരളക്കരയിൽ ശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ അഭിഷക്ത ആമേൻ അഞ്ജലി പോൾ. കേരളക്കരയിൽ സഹോദരിമാരുടെ ഗണത്തിൽ അങ്ങനെ ഒത്തിരി പേരൊന്നുമില്ല കേട്ടോ. സഹോദരന്മാരുടെ ഗണത്തിൽ ഒത്തിരി പേരുണ്ട് കേരളക്കരയിൽ, അഭിഷക്തന്മാർ. പക്ഷെ അഭിഷക്ത വൃന്ദത്തിനകത്ത് സഹോദരിമാരുടെ ഗണത്തിൽ കേരളത്തിൽ മൈനോറിറ്റി ഉള്ള, അതിനകത്ത് ഒരു തീജ്വാലയെ പ്രസംഗിച്ചുകൊണ്ടുന്ന കർത്താവിൻ്റെ ദാസി അഞ്ജലി പോൾ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു കർത്താവിൻ്റെ ദാസിയുടെ മരണവാർത്ത. പാസ്റ്റർ MA വർഗീസിൻ്റെ ബാംഗ്ലൂരുള്ള ചർച്ചയിൽ പോയി തിരിച്ചുള്ള മടങ്ങി വരവ്. ബസ്സിനകത്തിരിക്കുമ്പോൾ വണ്ടി ഒന്ന് അപകടത്തിൽപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വാർത്ത കയറി പടർന്നു. കർത്താവിൻ്റെ ദാസിയും മകന് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അന്നൊരു ശുശ്രൂഷയുണ്ട്, പക്ഷേ ശുശ്രൂഷയ്ക്ക് പോകണ്ട. കർത്താവിൻ്റെ ദാസിയോട് അടക്ക ശുശ്രൂഷയെ പോയി പങ്കെടുക്കണം. ശുശ്രൂഷയെ മാറ്റിവെച്ച് ക്യാൻസൽ ചെയ്തിട്ട് കർത്താവിൻ്റെ ദാസിയോട് അടക്ക ശുശ്രൂഷയെ പോയി. വലിയ ബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫോണൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ശുശ്രൂഷയുടെ മുമ്പോ പുറകോക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. പക്ഷേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവളല്ലേ, അവസാനത്തെ അന്ത്യയാത്രയിൽ ഒന്ന് പോയി പങ്കെടുക്കണം എന്നൊരു ചിന്തയിൽ അന്ന് ഞങ്ങൾ ഓടാനോട്ടുന്ന ഒരു പറ്റ അഭിഷക്തന്മാർ വണ്ടിയൊക്കെ വിളിച്ച് അടക്ക ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കുമ്പോൾ വലിയ ക്രൗഡാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചിക്കു കുര്യാക്കോസിൻ്റെ അടക്ക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ക്രൗഡുകൾ തിങ്ങി നിന്ന ഒരു അടക്ക ശുശ്രൂഷയെ കണ്ടുള്ളത് കർത്താവിൻ്റെ ദാസൻ അഞ്ജലി പോളിൻ്റെ ശുശ്രൂഷയിലാണ്. ആമേൻ. അവിടെ ചെന്നു, വലിയ ക്രൗഡാണ്. ജനത്തെയെല്ലാം, നിങ്ങളിൽ ഒരുപക്ഷെ ചിലരെങ്കിലും പോയിട്ടുണ്ടായിരിക്കാം, വകഞ്ഞു മാറ്റി ജനത്തെയെല്ലാം തള്ളി മാറ്റി. അവസാനമായി പെട്ടിക്കകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് ആദ്യമായി ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ കർത്താവേ, ബാംഗ്ലൂരിൽ പോയി ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി വരാനുള്ള യാത്രയല്ലേ? ദൈവം ചെയ്ത വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുക വാഹനത്തിലിരിക്കുന്നല്ലേ? അല്ലെങ്കിൽ നാളുകൾ ദൈവം നിർത്താൻ പോകുന്ന വേദികളെ ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലേ? എൻ്റെ കർത്താവേ, നീ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കർത്താവിൻ്റെ ദാസിക്ക് അങ്ങനെ
ഒരു ഭാഗത്ത് നമുക്ക് വാക്യങ്ങൾ ഒത്തിരി പറയാൻ വരും. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക്, ഒരു ഭാഗത്ത് അതൊക്കെ പറയാം. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചയിൽ പറയുന്നൊരു വാക്കുണ്ട്. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അനുശോചനത്തിനൊരു മൈക്ക് എൻ്റെ കയ്യിൽ തന്നാൽ 10, 20, 25 മിനിറ്റ് അനുശോചന വാക്ക് പറയാൻ ഇത്രയും പ്രസംഗ ജീവിതത്തിൻ്റെ പാരമ്പര്യമുണ്ട്. ഞങ്ങൾക്ക് കഴിയുമെന്നിരിക്കെ അതേ മരണം ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ശക്തി ഏറ്റെടുക്കണമെങ്കിൽ ഇച്ചിരി അഭിഷേകം കൂടുതൽ വേണം അച്ഛാ. സ്തോത്രം. ഒരു രോഗിയുടെ അടുക്കൽ ചെന്ന് സാരമില്ല ബ്രദറെ, യഹോവ റാഫ നിന്നെ സൗഖ്യമാക്കും എന്ന് നമുക്ക് പറയാനുള്ള എല്ലാ ബലവും ഉണ്ടായിരിക്കെ അതേ രോഗം നമ്മുടെ മേൽ വരുമ്പോൾ ശക്തി ഏറ്റെടുക്കാൻ ഇച്ചിരി കൃപ കൂടുതൽ വേണം. സ്തോത്രം. ആദ്യമായി ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ അല്ല കുഞ്ഞിനേൽ വെറുതെ വീടാൻ പാടില്ലായിരുന്നോ? സ്തോത്രം. ഞങ്ങളുടെ സഭയിൽ മുമ്പ് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ കെ സാമുവൽ അവറുകൾ അറിയാമോ? ഓക്കെ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ആൺപൈതൽ പെൺപൈതൽ. ഇളയ സന്തതി, മൂത്ത സന്തതി മഹിമ എന്നാണ് കുഞ്ഞിൻ്റെ പേര്, പെൺകുഞ്ഞിൻ്റെ പേര് മഹിമ എന്നാണ്. കൊച്ചുപ്രായം മുതൽ മഹിമയ്ക്ക് ക്യാൻസറാ പ്രിയപ്പെട്ടവരെ. എന്നാൽ സഭയുടെ ഭയങ്കര പ്രാർത്ഥന ശക്തമായിരുന്നു. സഭയെല്ലാം മുട്ടുമടക്കി സെൻറ്റർ മൊത്തം ദൈവസന്നിധി വീണ് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തമ്പുരാനെ മനസ്സലിവരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അവസാനത്തെ സ്കാനിങ് റിപ്പോർട്ട് അടിക്കുമ്പോൾ ഡോക്ടർ അതിശയിച്ച ആ റിപ്പോർട്ട് എഴുതിയത് കുഞ്ഞിൻ്റെ തലമുടി മുതൽ കാൽപാദം വരെ 1% ക്യാൻസർ ഇല്ല. സ്തോത്രം. ആ റിപ്പോർട്ട് അടിച്ചു കിട്ടാൻ സഭ കരഞ്ഞതിന് കയ്യും കണക്കും ഇല്ല കേട്ടോ. സ്തോത്രം. ആർക്കാ സന്തോഷം വരാത്ത? നമ്മളെല്ലാവരും ആനന്ദിച്ചു, നമ്മളെല്ലാം സാക്ഷ്യം പറഞ്ഞു, വേദികൾക്കകത്ത് കയറി. പക്ഷെ മഹിമയുടെ 19ാമത്തെ വയസ്സ് കഴിഞ്ഞ് 20ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കുഞ്ഞിന് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു. പാഴ്സനേജ് വെച്ച് വാരിയെടുത്ത് അസീസിയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് കർത്താവിൻ്റെ ദാസൻ ഞങ്ങളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ, പറ്റുമെങ്കിൽ വാ. അവിടെ ചെന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ദാസൻ നിരാശയോടെ ഇറങ്ങി വരികയാണ്. ചോദിച്ചപ്പോൾ മനസ്സിലായി കർത്താവിൻ്റെ ദാസൻ പ്രത്യാശയോടെ അത് പറഞ്ഞത്, മോളെ ദൈവം നിത്യതയിൽ വിളിച്ചു. സ്തോത്രം. നമ്മൾ ചോദിക്കത്തില്ലേ പ്രിയരെ, ക്യാൻസർ എന്ന് തമ്പുരാനെ നീ വിടുവിച്ചിട്ട് 20ാമത്തെ വയസ്സിൽ മരണത്തിന് ഇട്ടുകൊടുക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കൊച്ചിനെ നീ സൗഖ്യമാക്കി? ചോദിക്കില്ലേ നമ്മൾ? അല്ല, ആ പാഴ്സനേജിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിന് അറ്റാക്ക് വന്നപ്പോൾ എന്താ കർത്താവേ നീ താങ്ങാഞ്ഞ്? ചോദിക്കത്തില്ലേ അച്ഛാ നമ്മൾ? മഹിമയുടെ ഡെഡ് ബോഡി ഞങ്ങളുടെ പാഴ്സനേജിനകത്ത് കൊണ്ടുവെക്കുമ്പോൾ, സഭാ ഹോളിൽ കൊണ്ടുവെക്കുമ്പോൾ ഞങ്ങളുടെ ആൻറ്റിമാർക്ക് കരയാതിരിക്കാൻ പറ്റുന്നില്ല. സാരി തുമ്പൊക്കെ മറച്ചു പിടിച്ച് കർച്ചീഫൊക്കെ പൊത്തിപ്പിടിച്ച് ഞങ്ങളുടെ ആൻറ്റിമാർ നന്നായി കരയുന്നുണ്ട്. അവിടെ വെച്ച് എൻ്റെ തമ്പുരാനോട് ഞാൻ 2ാമത് വീണ്ടും ചോദിച്ചു, എൻ്റെ കർത്താവേ നീ ആ പാഴ്സനേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെന്താ അങ്ങനെ? ഇതുപോലൊരു ഹാള്, ഇവിടെ കീബോർഡാണല്ലോ. ആ ചർച്ചിൽ ടമ്പയർ അടിക്കുന്നത്, ഇതുപോലൊരു ചർച്ച് ടമ്പയർ അടിക്കുന്നത്. ടമ്പയർ അടിക്കുന്ന ചായന് എഴഞ്ഞ് നടക്കുന്ന പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞ് എഴഞ്ഞ് പപ്പയുടെ അടുക്കൽ വന്നു. പപ്പ അറിഞ്ഞില്ല, ആത്മാവി തമ്പയർ അടിക്കുക. തമ്പയർ അടിയുടെ താളം കഴിഞ്ഞപ്പോൾ സ്റ്റിക്ക് എടുത്ത് പപ്പ അതിനെ മണ്ടയ്ക്ക് വെച്ചു. കുഞ്ഞറിഞ്ഞില്ല. കുഞ്ഞ് പെട്ടെന്ന് കയറി ആ തമ്പയറിനകത്ത് പിടിച്ചു. അത് മറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ തലയിൽ വീണു. ഇന്നും ഉണ്ട് അമ്മാമ ആ കുഞ്ഞ്. ആമേൻ. അന്ന് കിടപ്പിലായി പോതാ, ഇന്ന് 10-22 വർഷം കഴിയുന്നു. അതേ കിടപ്പിലാ കുഞ്ഞ് ഇന്നും കിടക്കുന്നേ. സ്തോത്രം. നമ്മൾ ചോദിക്കത്തില്ലേ, കർത്താവേ നീ ആ ഹോളിനകത്തുണ്ടായിരുന്നെങ്കിൽ? പപ്പ കണ്ണടച്ചിരിക്കുക, പക്ഷെ നീ കണ്ണ് തുറന്നിരിക്കുന്നവനല്ലേ? എന്തുകൊണ്ടാ കൊച്ചിനങ്ങനെ? ഇത് നമ്മുടെ ചോദ്യം അല്ല പ്രിയരെ, ഇത് ഗിദെയോൻ്റെ ചോദ്യമാണ്. ഗിദെയോൻ ചോദിക്കുക, ദൈവം കൂടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്കങ്ങനെ വരുന്നു? ആശങ്ക ഭയങ്കരമാണ്. ഇനി അതിനെ മറുഭാഗം ഞാൻ പറയാം കേട്ടോ. അപ്പുറം നിൽക്കുന്ന ദൂതന് പറയാൻ ത്രാണിയുണ്ട്, ഇതിന് മറുപടി പറയാൻ ദൂതന് ത്രാണിയുണ്ട്. പക്ഷെ ഗിദെയോൻ ദൂതനെ കൊണ്ട് വാ തുറപ്പിച്ചില്ല. ഗിദെയോൻ ഓടിപ്പോയി ഒരു യാഗപീഠം പണിയാൻ, ഒരു യാഗവസ്തു കൊണ്ടുവച്ചത് കരിവേലകത്തിൻ്റെ കീഴില. എന്നിട്ട് ഗിദെയോൻ പറഞ്ഞു, എനിക്കൊറ്റക്കാര്യം അറിഞ്ഞാൽ മതി, പ്രശ്നം വന്നോട്ടെ, ആമേൻ, ഭാരം വന്നോട്ടെ, രോഗം വന്നോട്ടെ, മരണം വന്നോട്ടെ, ദേശത്ത് കൊയ്ത്ത് നശിപ്പിക്കപ്പെടട്ടെ, പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ യാഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറക്കി കാണിക്കണം. സ്തോത്രം. ദൂതൻ പറഞ്ഞു മഹത്വം ഇറങ്ങും, പക്ഷെ കരുവേലകത്തിൻ്റെ കീഴിലിരിക്കുന്ന യാഗമൃഗത്തിൻ്റെ പേരിൽ മഹത്വം ഇറങ്ങാറില്ല. ഗിദെയോൻ ചോദിച്ചു, പിന്നെ എന്നാ വേണം? അടുത്തറെല്ലാം നിങ്ങൾ മനസ്സിലാക്കണേ, കരുവേലകത്തിൻ്റെ കീഴെ ഇരിക്കുന്ന യാഗവസ്തുവിൽ മഹത്വം ഇറങ്ങത്തില്ല. ദൂതൻ ചോദിച്ചു, അടുത്ത് തന്നെ വേണം? ദൈവം പറഞ്ഞു, അതെടുത്ത് നീ പാറയുടെ മണ്ടയ്ക്കൊന്ന് കൊണ്ടുവന്ന് വെക്ക്. പാറയുടെ മണ്ടയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ദൂതൻ വന്നത് ഒരു വടിയെടുത്ത് പുളിപ്പില്ലാത്ത വടയൊന്ന് തൊട്ടു. അതിനെ ഒന്ന് തൊട്ടു, മാംസയിൽ അതിനെ ഒന്ന് തൊട്ടു. തൊട്ടപ്പോഴത്തേക്കും അടുത്ത വാക്ക് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്
പാറയിന്ന് തീ പൊട്ടി പുറപ്പെട്ടു. സ്തോത്രം. അപ്പോൾ ഗിദെയോന്റെ സംശയത്തിന്റെ ആശങ്ക പൊട്ടിക്കാൻ പാറയ്ക്കകത്ത് മറഞ്ഞിരുന്നൊരു തീ ഉണ്ടെന്നല്ലേ അതിനർത്ഥം? നീ സംശയത്തോടെ ഇരിക്കുമ്പോഴും പാറയ്ക്കകത്തൊരു തീ മറഞ്ഞിരിപ്പുണ്ട്. ഏതാ പ്രിയരെ ആ പാറ? അതെൻ്റെ കർത്താവല്ലാതെ മറ്റാരുമല്ല. എൻ്റെ സകല സംശയത്തിൻ്റെ മറുപടി എൻ്റെ ക്രിസ്തു എന്ന പാറയ്ക്കകത്ത് മറഞ്ഞിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഈ യോഗത്തിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഞാനിനി ആശങ്കപ്പെടത്തില്ല, ഞാനിനി സംശയപ്പെടത്തില്ല. എൻ്റെ സകല പ്രാർത്ഥനയുടെ മറുപടി തീയായിട്ട് ആ പാറയ്ക്കകത്ത്, എനിക്കറിയാം ഇതെല്ലാവരും തൊടുന്ന വാക്കല്ല, ഇതിനകത്ത് ആശങ്കയോടിരിക്കുന്നവരെ തൊടുന്ന ശബ്ദമാത്. എന്തുകൊണ്ട് പാസ്റ്റർ എനിക്കത് വന്നെന്ന് നീ ചോദിച്ചില്ലേ? നീ പാസ്റ്ററിനോട് പരാതി പറഞ്ഞ ആളല്ലേ? വിശ്വാസത്തിൽ വന്ന് ഇത്ര വർഷമായിട്ട് എനിക്ക് നന്മ കിട്ടിയില്ലെന്ന് നീ പരിഭവം പറഞ്ഞ ആളല്ലേ? നിന്റെ വിഷയത്തിന്റെ മറുപടി ആ പാറയ്ക്കകത്ത് മറിഞ്ഞിരുമ്മേ. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവര് പറ, എനിക്കൊരു സമയമുണ്ടെന്നേ. ആ സമയത്ത് ഈ പാറ എന്നുള്ള തീ എനിക്ക് വേണ്ടി പൊട്ടി പുറപ്പെടോ. എന്തുകൊണ്ട് ഇത് ദൈവം അനുവദിച്ചു എന്ന് നിനക്ക് അന്ന് മനസ്സിലാകോ. അവിടെ ദൈവം നിന്നെ പുറത്തെടുക്കും. ഗിദെയോൻ എന്ന് പറയുന്ന പിന്നെ നീ ഒതുങ്ങിപ്പോകത്തില്ല. ദൈവം നിന്നെ പുറത്തെടുക്കും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആ മേഖലയുടെ കുരുക്കൊന്ന് അഴിക്കണം കേട്ടോ. അതൊരു ഭയങ്കര കടുകട്ടിയുള്ള വിഷയമാണ്. ഇനി ഞാനത് പറയുമ്പോൾ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുന്നുണ്ട്. ഈ വന്നിരുന്ന് കൈയടിച്ചാലോ, ഈ വന്നിരുന്ന് സ്വോത്രം പറഞ്ഞാലും, പാസ്റ്റർമാരെ കാണുമ്പോൾ എന്നെ കൊണ്ട് വിശേഷം സന്തോഷമായിരിക്കുന്നു ചോദിക്കുമ്പോൾ കരം കൊടുത്ത് സന്തോഷമായിരിക്കുന്നു പാസ്റ്ററെ എന്നെ കൊണ്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ ആമയും പറയുമ്പോഴോ മനസ്സിനകത്തൊരു 100 കണക്കിന് ആശങ്ക പടരുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇത് വരുന്നു? എന്തുകൊണ്ട് എൻ്റെ തലമുറയ്ക്ക് ഇത് സംഭവിച്ചു? ദൈവം എന്നോട് കൂടെയില്ലേ? കർത്താവ് നീ എൻ്റെ കണ്ണുനീര് കാണുന്നില്ലേ? കർത്താവ് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? കർത്താവ് നീ എന്നെ അറിയുന്നില്ലേ? ഇങ്ങനെ ചോദിച്ചു ചില ചോദ്യങ്ങളുടെ മറുപടി ഇന്ന് രാവിലെ പാറയെന്ന് പൊട്ടി പുറപ്പെടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കാരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ, ആത്മാവിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പറയാം, ആശങ്കകൾ പൊട്ടിമാറണം. ഈ ഉപവാസ പ്രാർത്ഥന നീ ഭാരത്തോടെ ഇരിക്കരുത്. ഈ ഉപവാസ പ്രാർത്ഥന നീ ആശങ്കകളോടെ ഇരിക്കരുത്. നിന്റെ ദൈവം ജീവനുള്ള ദൈവം, അതിന് സംശയ ലെവലേശം ഇല്ല. തമ്പുരാൻ നിന്നോട് കൂടെ ഉണ്ട്, അതിന് സംശയം ഇല്ല. ഇമ്മാനുവേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം നമ്മോട് കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് പറ, പിശാചിനോട് പറ, ഏതോ പിശാച് നിന്റെ അകത്ത് ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട്, ഏതോ പിശാച് നിന്റെ അകത്ത് സംശയത്തിന്റെ കനലുകൾ വിതറിയിട്ടുണ്ട്. ആ പിശാചിനെ നോക്കി ഇന്ന് രാവിലെ നീ പറ, ഇല്ല പിശാചെ, ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നേ. വിശ്വസിക്കുന്നവര് പറ, ദൈവം എന്നോട് കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. 4ാമത് ആരുടെ യാഗത്തിലാണ് തീ ഇറങ്ങിയത്? 4ാമത് തീ ഇറങ്ങിയത് ദാവീദിന്റെ യാഗത്തിലാണ്. അവിടൊക്കെ നിർത്തി പറയേണ്ട വാക്കാ. എവിടെ ഇറങ്ങിയത്? 1 ദിനവൃത്താന്ത പുസ്തകം 21-ന്റെ 26-ാമത്തെ വാക്യത്തിൽ എടുക്കേണ്ട നോക്കിക്കോ. ആമേൻ. ദാവീദ് ഒരു പാപം ചെയ്തു. ശ്രദ്ധിച്ചു കേട്ടോണം. പാപം ചെയ്ത ദാവീദിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നു. 3 സംവത്സരം 3 മാസം 3 ദിവസം 3 ശിക്ഷയുടെ ഓപ്ഷൻ കൊടുത്തു. ദാവീദ് അങ്ങ് മാനസാന്തരപ്പെട്ടു. ദാവീദിന്റെ പ്രത്യേകത അറിയാമോ? തെറ്റൊക്കെ ചെയ്യും, പുള്ളി മാനസാന്തരപ്പെടും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഗുരുത്തക്കേടാ, പക്ഷെ മാനസാന്തരപ്പെടും. ഞങ്ങളുടെ ഓടനാട്ടത്തെ അച്ചായനുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഈ ഭാഗം പറയുമ്പോഴെല്ലാം പുള്ളി ഓർക്കും. സ്തോത്രം. പുള്ളി പാസ്റ്റർമാർക്ക് ഭയങ്കര പ്രശ്നമാണ്. പാസ്റ്റർമാരെ കാണുന്നതേ പുള്ളിക്ക് കലിപ്പ്. എല്ലാവരെയും ഒന്നുമില്ല, സഭാപാസ്റ്ററിനെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരാഴ്ച ബഹളം ഉണ്ടാക്കും പുള്ളി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അടുത്ത ആഴ്ച വന്ന് ഇതേ പുള്ളി അതേ മുട്ടിമേൽ നിന്നിട്ട് പറയും, എൻ്റെ കർത്താവേ, എൻ്റെ പാസ്റ്ററിനോട് ഞാൻ ഇന്നലെ ആരാധന പറഞ്ഞു, കർത്താവേ ഞാൻ വിരൽ ചൂണ്ടിപ്പോയി, എൻ്റെ കർത്താവേ നീ എന്നോട് ക്ഷമി. സത്യത്തിൽ ഈ കരച്ചിലാണെങ്കിൽ നമുക്കങ്ങ് കരയാൻ തോന്നും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. പക്ഷെ പ്രശ്നം അടുത്ത ആഴ്ച വന്ന് വീണ്ടും ബഹളം ഉണ്ടാക്കും. സ്തോത്രം. അതിന് അടുത്ത ആഴ്ച വന്ന് വീണ്ടും മുട്ടിമേൽ കിടക്കും. സ്തോത്രം. ദാവീദിന്റെ ക്യാരക്ടർ മാനസാന്തരപ്പെടുന്ന ക്യാരക്ടറാണ് ദാവീദിന്റെ. ഈ അച്ഛൻ ഇതുവരെ ദൈവം തൊട്ടിട്ടില്ല കേട്ടോ. സ്തോത്രം. കരയുന്നോണ്ടായിരിക്കും ഇതുവരെയും തൊട്ടിട്ടില്ല. എല്ലാം കൂടെ ചേർത്ത് ഒരു ദിവസം കൊടുക്കാനിരിക്കുവാണോ എന്ന് അറിയാൻ പാടില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ദാവീദ് അങ്ങ് മാനസാന്തരപ്പെട്ടു. അപ്പൊ ദൈവം പറഞ്ഞുടാ, പാപം ചെയ്ത നീ മാനസാന്തരപ്പെട്ടില്ലേ? അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യാം. എന്നാ? ഞാൻ പറയുന്നൊരു സ്ഥലം നീ മേടിക്കാവോ? എവിടെങ്കിലും മേടിച്ചിട്ട് കാര്യമില്ല, ഞാൻ പറയണ മണ്ണ് മേടിക്കണം. എന്നിട്ട് അവിടെ ഒരു യാഗപീഠം പണിയണം. അപ്പോഴോ ഞാൻ അതിനകത്തിൻ്റെ മഹത്വത്തിൻ്റെ തീ ഇറക്കി നിന്റെ പാപത്തെ കത്തിച്ച് കളയാം. സ്തോത്രം. ഈ ദേശത്തിന് നിന്റെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ ദേശത്തിന് നിനക്ക് കരം ഉയർത്തിപ്പിടിച്ചേ. പറ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന യൗവനക്കാർ ഈ ദേശത്തിനകത്തുണ്ടെങ്കിൽ ദാവീദിന്റെ യാഗത്തിന്റെ അകത്ത് തീ ഇറങ്ങിയതുപോലെ പാപത്തെ കത്തിക്കുന്നൊരു തീ, പാപത്തെ കരിച്ചു മാറ്റുന്നൊരു തീ. അതൊരു പാട്ടാ. ആ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെ, എൻ്റെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എങ്ങനെ തിളങ്ങും, എങ്ങനെ ചാരമാകും? ആകണമെങ്കിൽ ദൈവത്തിൻ്റെ അഗ്നി അതിനകത്ത് വന്നു വീഴണം, ദൈവത്തിൻ്റെ തീ വന്നു വീഴണം. പാപത്തെ കരിച്ചു മാറ്റുന്ന ദൈവത്തിൻ്റെ തീ. ഉറക്കപ്പറ, ഈ ദേശത്തെ പാപത്തെ കത്തിച്ചു മാറ്റുന്ന, ഈ ദേശത്തിൽ പാപത്തെ കരിച്ചു
അടിച്ചു മാറ്റുന്ന ദൈവത്തിന്റെ തീ നാലാമത് ഈ ദേശത്തിനകത്ത് വാഴാൻ പോകുന്നതിനായി സ്തോത്രം. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അഞ്ചാമതാരുടെ യാഗത്തിൽ തീ വീണു. അത് ശലോമോന്റെ യാഗത്തിൽ. അതാ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് കിടക്കുന്നത്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അതാ നമ്മൾ പറയാൻ പോണത്, ഹോൾഡ് ചെയ്ത് നിർത്താം. ആറാമതാരുടെ യാഗത്തിൽ തീ വീണു. അത്ര ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തൊരു ആശങ്ക വിടരുന്നുണ്ടല്ലോ. പാസ്റ്റേ, പഴയ നിയമത്തിൽ ഞങ്ങളുടെ ഒരു ഹീറോ ഉണ്ടല്ലോ, ആ ഹീറോ തീയിറക്കിയ കാര്യം എൻ്റെ പാസ്റ്റർ പറയാത്തേ. അയ്യോ അതാരാ? ആണോ? അതൊക്കെ പറഞ്ഞപ്പോഴേ ചുണ്ടങ്ങ് പറയാനായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്നതാണ്. അതെന്താ പാസ്റ്റർ ഏലിയാവ് തീയിറക്കിയത് ഞങ്ങൾക്ക് അറിയോളായിരുന്നല്ലോ, അതെന്താ ഇതുവരെ മിണ്ടാഞ്ഞേ? അതാ ആറാമത്തത്. ഏലിയാവിൻ്റെ യാഗത്തിൽ തമ്പുരാൻ്റെ തീ വന്നു വീണു. എന്തിനാന്ന് പറയാം, ഈ സഭയോടുള്ള ദൂതാക്കി ഞാൻ പറയാം. ദേശത്തിനകത്ത് ബാലിൻ്റെ ബലിപീഠങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ, അശേരയുടെ ശക്തികൾ ഉയർന്നു നിൽക്കുമ്പോൾ, കണ്ണെഴുതി പൊട്ടുതൊട്ട് കൊട്ടാരത്തിനകത്ത് ജനത്തെ വശീകരിക്കുന്ന ഇസബേലിയ സ്വാധീനങ്ങൾ നിറഞ്ഞാടുമ്പോൾ, അതിന് നടുവിൽ ഒരു ഭക്തൻ മുട്ടുകുത്തി ദൈവത്തിന്റെ തീക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ യോഗത്തിനകത്തിരിക്കുന്ന സ്ഥലം സഭയെ നോക്കി ഞാൻ പറയാ, ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് അമരവിള ദേശത്തിനകത്ത് അടക്കി ഭരിക്കുന്ന സകല പൈശാചിക ആരാധനയുടെ കെട്ട് തമ്പുരാൻ അഴിക്കും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുക. യേശുവിൻ ഈ ദേശത്ത് രണ്ട് ആരാധന വേണ്ടച്ചാ, ഈ ദേശത്ത് സത്യാരാധന മതി. അങ്ങനെ ഒരു തീ ഇന്ന് രാവിലെ വരാൻ പോകുന്നു. നീ ഇന്ന് രാവിലെ യുദ്ധം ചെയ്തത് മനുഷ്യനോടല്ല, നീ ഇന്ന് രാവിലെ യുദ്ധം ചെയ്യുന്നത് പൈശാചിക മണ്ഡലമാണ്. വിശ്വസിക്കുന്നവരെ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ദേശത്തിനകത്ത് ബാലിന്റെ ബലിപീഠങ്ങളെ പൊട്ടിച്ച് കുറെ ഗണ്ണത്തെ കൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സത്യാരാധനയുടെ തീ. ഞാനത് പറയുമ്പോൾ ആത്മാവി പറ, ദേശത്തിന്റെ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് യേശുവിന്റെ നാമത്തിൽ പൈശാചിക ആരാധനകളെ വിതയ്ക്കുന്ന ബാലിന്റെ പ്രതിഷ്ഠകളെ അല്ല, അവയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ഇസബേലിനെ നമുക്ക് പൊളിക്കണം. യേശുവിന്റെ നാമത്തിൽ അവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇസബേലിയ ശക്തിയെ നമുക്കൊന്ന് പൊളിച്ചു മാറ്റാം. അഭിഷക്തന്മാരെ വശീകരിക്കുന്ന, കണ്ണെഴുതി പൊട്ടുതൊട്ട് ആലയത്തിനകത്ത് കയറി അഭിഷക്തന്മാരെ വശീകരിക്കുന്ന ഇസബേലിയ തമ്പരങ്ങളെ നമുക്കൊന്ന് പൊളിക്കണം. പ്രാർത്ഥിച്ചോ. ഇത് തീന്ന് രാവിലെ വന്നു വീഴും. ചില പ്രതിഷ്ഠകൾക്കകത്ത് ദൈവത്തിന്റെ അഗ്നി, യേശുവിന്റെ അന്തരീക്ഷങ്ങൾ മാറട്ടെ. ഒരു മഹത്വത്തിന്റെ തീ ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും ദേശത്തിന്റെ ബാലിന്റെ ബലിപീഠങ്ങളെ പൊട്ടി 25 വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ ആചാരത്തിനകത്ത് കുരുക്കപ്പെട്ട് കിടന്ന എന്നെയും എന്റെ കുടുംബത്തെ വിളിച്ചു വേർതിരിച്ച അതേ മഹത്വത്തിന്റെ തീ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ വാഴും. അഭിഷേകമുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. നാളെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു 10 കുടുംബം പുതുതായിട്ട് കയറി വരണോ? നാളത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് യേശുവിന്റെ നാമത്തിൽ ഈ ഫാസ്റ്റിംഗ് കഴിയുമ്പോഴത്തേക്കോ ചില സ്നാനങ്ങൾ സംഭവിക്കപ്പെടണോ? അവര് പറയണോ, സാമുദായിക മണ്ഡലത്തിൽ ഞങ്ങൾ കുരുക്കപ്പെട്ട് കിടന്നവരാ, ഹൈന്ദവ ആചാരത്തിൽ ഞങ്ങൾ കുരുക്കപ്പെട്ട് കിടന്നവരാ, ബാലിന്റെ ബലിപീഠത്തിൽ ഞങ്ങൾ കുരുക്കപ്പെട്ട് കിടന്നവരാ. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾ തീ വീണപ്പോ ഞങ്ങൾക്ക് പിന്നെ അതിനകത്ത് ഇരിക്കാൻ പഴഞ്ഞില്ല എന്ന് പറയുന്ന ചില സാക്ഷ്യങ്ങൾ. യേശുവിന്റെ നാം ഒറ്റ ലക്ഷ്യം നമുക്കുള്ളൂ, ഈ ദേശത്തിന് അടിത്തറ ഇളക്കണം, അവിടുത്തെ പൈശാചിക കുരുക്കുകൾ അഴിച്ചു മാറ്റണം. ആത്മാവിൽ കണ്ണുകൾ അടച്ച് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ നീ യുദ്ധം ചെയ്യുന്നത് മനുഷ്യനോടല്ല, നീ യുദ്ധം ചെയ്യുന്ന ദേശത്തിന്റെ ആധിപത്യങ്ങൾക്കെതിരെയാ. ശക്തമായിട്ട് പ്രാർത്ഥിച്ച കേട്ടോ. ഉപവാസ പ്രാർത്ഥനയിൽ ഇനിയും അനർത്ഥങ്ങൾ വരും. പിശാചിന് ഈ ഫാസ്റ്റിംഗ് ഇഷ്ടമല്ലെന്ന് ആത്മാവിനോട് പറയുന്നു. അത് നിങ്ങൾ ആമുഖത്തിൽ ആ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുമല്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ചു പറയാൻ പറയുന്നു. ഈ ഫാസ്റ്റിങ്ങിനെതിരെ എന്തോ പിശാചിനൊരു അധികം മൽപ്പിടുത്തമുണ്ട്. ഈ ഫാസ്റ്റിംഗിൽ ചില റിസൾട്ടുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അധികം ചില യുദ്ധങ്ങൾ ഉണ്ടെന്ന് ആത്മാവിനോട് പറയുന്നു. ഈ ഫാസ്റ്റിംഗിൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഇതിനകത്തിരിക്കുന്നവർക്ക് ഒരു മഹത്വം വെളിപ്പെട്ടു വരും. പുറത്ത് ജാതീയ കൂട്ടത്തിൽ ചിലർക്കൊരു രക്ഷ വെളിപ്പെട്ടു. 2 ഈ ദൂത് ദൈവം തെളിയിക്കാൻ വേണ്ടി ഇത് അന്നിലധികം വെട്ട ഉപവാസ പ്രാർത്ഥനയിൽ തമ്പുരാൻ ആവർത്തിക്കും. അച്ഛാ, ഇത് എന്നിലൂടെ മാത്രമല്ല, ഇനി വരുന്ന ചില അഭിഷക്തന്മാരിലൂടെ ഈ ദൂത് ദൈവാത്മാവ് ആവർത്തിക്കും. എന്തിനാണെന്നറിയാമോ? ഈ ദൂത് ഈ ദേശത്ത് തെളിയിക്കപ്പെടാനുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുന്നു. പ്രാർത്ഥിച്ചോ. ദേശത്തിന്റെ ബാലിന്റെ ബലിപീഠങ്ങളെ പൊട്ടിക്കുന്ന ഒരു ദൈവ മഹത്വത്തിന്റെ യേശുവിന്റെ നാമത്തിൽ
ഏലിയാവേ നീ എന്തുവാ ചെയ്യുന്നേ? ഏലിയ പറയും ഞാൻ തോട്ടിയിലെ വെള്ളം എടുക്കുക. നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? തീ ഇറങ്ങാനാ പ്രാർത്ഥിക്കുന്നേ. എന്നിട്ട് എന്തിനാ വെള്ളം എടുക്കുന്നേ? ഏലിയാവിനോട് ചോദിക്കും, വെള്ളത്തിൽ തീ കത്തത്തില്ലല്ലോ, തീ ഉള്ളിടത്ത് വെള്ളമൊഴിച്ചാൽ തീ അണയുക പതിവല്ലേ? ഏലിയ പറയും എനിക്കറിയാം പാസ്റ്ററെ, വെള്ളത്തിൽ തീ കത്തത്തില്ല, പക്ഷെ വെള്ളത്തെ കത്തിക്കുന്ന തീ ഇറങ്ങി വന്നാൽ അത് ഏലിയാവ് കത്തിക്കുന്ന തീയല്ല, അത് തമ്പുരാൻ കത്തിക്കുന്ന തീയ. വെള്ളത്തെ കത്തിക്കുന്ന ദൈവത്തിന്റെ തീയ. സാധ്യതയില്ലാത്ത വിഷയത്തെ സാധ്യമാക്കുന്ന നരിയാണികൾ ഉറക്കട്ടെ, നരിയാണികൾ ഉറക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശംധനം ദാനകസി 1 രാജാക്കന്മാർ 18:37 ഞങ്ങൾ കരം വെച്ച് പറയുന്നു, ഏലിയാവിന്റെ യാഗത്തിൽ വീണതുപോലൊരു തീ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമോ? സ്തോത്രം. ഒറ്റപ്പെട്ട് വിശ്വാസത്തിനകത്തുള്ളവരുണ്ടോ? ഇന്ന് രാവിലത്തെ യോഗത്തിൽ ഒറ്റപ്പെട്ട് വിശ്വാസത്തിലുള്ളവരുണ്ടോ? മക്കൾ വരാനുണ്ട് പാസ്റ്ററെ, ഹസ്ബൻഡ് വരാനുണ്ട് പാസ്റ്ററെ, വൈഫ് വരാനുണ്ട് പാസ്റ്ററെ, അപ്പനും അമ്മയും വിശ്വാസത്തിലല്ല. അങ്ങനെ പറയുന്നവർ ഇന്ന് രാഗത്തിൽ ഉണ്ടെങ്കിൽ പറ, ഈ സ്ഥലത്ത് തീ കത്തിയാൽ അത് ദേശം മൊത്തം ഇസ്രായേലിന്റെ രക്ഷയായി മാറാൻ പോകുകയാണ്. Lord the Holy Spirit. ആ വാക്കൊന്നും ഞാൻ മുമ്പ് എങ്ങും പറഞ്ഞിട്ടില്ല. ഈ വാക്ക് ഈ സഭയ്ക്ക് വേണ്ടി മാത്രം പറയുക. ഇവിടം തീ കത്തിയാൽ ഏലിയാവെ നീ മാത്രമാ തീ കത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിലും ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് അത് മുഖാന്തരമായി മാറാൻ പോകും. Holy Jesus. യേശുവിന്റെ നാമത്തിൽ അഗ്നിയുടെ അഭിഷേകം. പരിശുദ്ധാത്മാവേ നീ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. അവിനായി സ്തോത്രം. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. 7ാമത് ആരുടെ യാഗത്തിലാണ് തീ വീണത്? ഇത്രയും നേരം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ആമേൻ. അബ്രഹാമിന്റെ യാഗത്തിൽ മനസ്സിലായി സമയം കഴിഞ്ഞു പോയി. അഹരോന്റെ യാഗത്തിൽ തെളിയിക്കപ്പെടാൻ മനസ്സിലായി. ഗിദെയോന്റെ യാഗത്തിൽ സംശയത്തിന്റെ കനൽ പൊട്ടിച്ചു മാറ്റാൻ. ദാവീദിന്റെ യാഗത്തിൽ പാപം ചെയ്ത വിഷയത്തിൽ ആമേൻ. ശലോമോന്റെ യാഗത്തിൽ അപ്പനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കാൻ തീ ഇറക്കി. ആമേൻ. ഏലിയാവിന്റെ യാഗത്തിൽ ദേശത്തിന്റെ ബലിപീഠങ്ങളെ തകർക്കാൻ തീ ഇറക്കി. പക്ഷേ പുതിയ നിയമത്തിനകത്ത് എവിടെ തീ ഇറങ്ങിയതെന്ന് അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവനോട് പറഞ്ഞു, ഇനിയും പഴയ നിയമത്തിലല്ല, ഇനിയും പുതിയ നിയമത്തിൽ തീ ഇറങ്ങിയത് അവരോട് പറയണോ? എവിടാന്നറിയാൻ എനിക്ക് തപ്പണ്ടി വന്നില്ല. പ്രവൃത്തിയുടെ പുസ്തകം 2ാം അധ്യായം വായിച്ചപ്പോൾ ഞാൻ കണ്ടച്ച 120 പേരടങ്ങുന്ന സംഘം മാളിക മുറിക്കകത്തിരുന്നപ്പോ അടുത്ത വാക്കും വലിയ മുഴക്കമുണ്ടായി. തൊട്ടുപുറകെ അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ അവർക്ക് പ്രത്യക്ഷം. അഗ്നിജ്വാല എന്ന് പറഞ്ഞാൽ തീയാമാമേ, അഗ്നിജ്വാല എന്ന് പറഞ്ഞാൽ തീ. ഒറ്റ നിമിഷം എന്നെ നോക്കിക്കോ, ഒറ്റ നിമിഷം എന്നെ നോക്കിക്കോ. ഇരിക്കണ്ട, ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഒരു നിമിഷം എന്നെ നോക്കിക്കോ. ആമേൻ. ഇരിക്കണ്ട, നോക്കിക്കോ. ഒറ്റ നിമിഷം നോക്കിക്കോ. ഞാൻ പത്രോസിനോട് ചോദിച്ചു, എന്നാ പരിപാടി, എന്നാ പരിപാടി? പത്രോസ് പറയും, പാസ്റ്റർ ഇതുവരെ പ്രസംഗിച്ചില്ലേ പഴയ നിയമത്തിലെ യാഗവും യാഗപീഠവും തീയിറങ്ങിയതൊക്കെ, അതിന്റെ പൊരുളിന് വേണ്ടി കാത്തിരിക്കുമോ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, ആണോ? എന്നിട്ട് നിന്റെ യാഗവസ്തു എന്തി? അപ്പൊ പത്രോസ് പറയും, യാഗവസ്തു എന്തിനാ? ഞാൻ പറഞ്ഞു, അല്ല പഴയ നിയമത്തിൽ തീയിറങ്ങിയതല്ല, യാഗപീഠത്തിന്മേലും യാഗമൃഗത്തിന്മേലുമാ. നിന്റെ യാഗമൃഗം എന്തി? നിന്റെ യാഗവസ്തു എന്തി? അപ്പൊ പത്രോസ് നമ്മളോട് തിരിച്ചു പറയും, യോഹന്നാൻ നമ്മളോട് തിരിച്ചു പറയും. ആമേൻ, സ്തോത്രം. ആമേൻ. അഭിഷക്തന്മാർ യാക്കോബ് നമ്മളോട് തിരിച്ചു പറയും. 120 പേര് നമ്മളോട് തിരിച്ചു പറയും, പാസ്റ്റർ പഴയ നിയമത്തിൽ തീ ഇറങ്ങിയത് മൊത്തം യാഗമൃഗത്തിന്റെ മേലാണെങ്കിൽ പുതിയ നിയമത്തിൽ ഇനിയും തീ ഇറങ്ങാൻ പോകുന്ന യാഗമൃഗത്തിന്റെ മേലല്ല, എന്റെ ശരീരം എന്ന യാഗത്തിന്മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോകുക. മനസ്സിൽ ശരീരം എന്ന യാഗത്തിൽ തീ ഇറങ്ങിയാൽ എന്താ പത്രോസെ ഗുണോ? പത്രോസ് പറയും, ശരീരം എന്ന യാഗത്തിൽ തീ ഇറങ്ങിയാൽ കത്തിമാറാത്ത രോഗങ്ങളില്ല, അഴിഞ്ഞു മാറാത്ത ശക്തികളില്ല. ശരീരം എന്ന യാഗത്തിൽ തീ കത്തിയാൽ ഒഴിഞ്ഞു മാറാത്ത ബന്ധനമില്ല. വിശ്വസിക്കുന്നവര് പറ, ഇന്ന് രാവിലെ സൗഖ്യത്തിന്റെ കൂടെ പകരാം ആത്മാവിനോട് പറയുന്നു, ആലയമെന്ന നിന്റെ ശരീരത്തിനകത്ത് രോഗത്തെ വിതച്ചത് ഒരു ക്യാൻസർ റേഡിയേഷൻ അടിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ അണുക്കൾ മാറിപ്പോകുന്നത് പോലെ ഇന്ന് രാവിലെ അടിക്കുന്നത് ക്യാൻസറിന്റെ റേഡിയേഷൻ അല്ല, ഇത് അഭിഷേകത്തിന്റെ തീ വന്നു വീഴുമ്പോ നിന്റെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകത്തില്ല. Lord the Holy Spirit. പ്രാർത്ഥിച്ചോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ.